സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ജഗത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികതാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് 8-ാം അധ്യായത്തിലെ 5-ാമത്തെ പദ്യം മുതലാണ്. കരുവി കഴല വരൈനോക്കാം ചിന്തൈ പെരുമൂച്ചാം ബോധം പെരിയിൽ അരുളായി വെതുമ്പി ഉടൽ വെറുക്കും ഇൻപായി ബിഹളം മുതിർന്ന് ഉരയുനാണുമൊടുങ്കും. ജ്ഞാനികളുടെ നിർമ്മലമായ ആന്തരികാവസ്ഥയെക്കുറിച്ചാണ് ഈ 8-ാമത്തെ അധ്യായം അല്ലെങ്കിൽ അധികാരത്തിൽ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇത് നമുക്കിങ്ങനെ പറഞ്ഞു പോകാം, നിങ്ങൾക്ക് കേട്ടിരിക്കുകയും ആകാം, കുറേയൊക്കെ ആസ്വദിക്കുകയും ചെയ്യാം. പക്ഷെ ഇതൊന്നും വാക്കിനും മനസ്സിനും പിടികിട്ടുന്ന കാര്യങ്ങളല്ല. വാക്കും മനസ്സും ഈ സത്യത്തിൽ എത്താതെ മടങ്ങി വന്നു എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. പിന്നെ എന്തിനിത് എഴുതി വെച്ചു എന്ന് ചോദിച്ചാൽ, വർണ്ണിക്കാൻ പറ്റാത്ത ആ അവസ്ഥയെ പരമാവധി വാക്കുകളിലൂടെ ചില ഉദാഹരണങ്ങളിലൂടെ ഒക്കെ വരച്ച് കാണിച്ച് നമുക്ക് ഈ ആത്മാന്വേഷണത്തിൽ ഒരു പ്രേരണ ചെലുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ആചാര്യന്മാർ ചെയ്യുന്നത്. ഈ പറഞ്ഞത് കൊണ്ടൊന്നും ആ അവസ്ഥയുടെ 7 അയലത്ത് പോലും എത്തില്ല. ഇത് നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും പറയണമല്ലോ, നമ്മുടെ ഉള്ളിൽ ഉത്കടമായ ഒരു ആഗ്രഹം ജനിപ്പിക്കണം ഈ ആത്മാന്വേഷണത്തിനായി എന്നൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ പറയാൻ പറ്റാത്ത അവർണ്യമായ ആത്മവസ്തുവിനെ കുറിച്ച് അനേക ഗ്രന്ഥങ്ങൾ ആചാര്യന്മാർ രചിച്ചിട്ടുള്ളത്. കരുവി കഴല, കരുവി എന്ന് പറഞ്ഞാൽ ഉപകരണം എന്നർത്ഥം. കരുവി കഴല എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളെല്ലാം അഴിഞ്ഞു വീഴുമ്പോൾ. ഏതൊക്കെയാണ് നമ്മുടെ ഉപകരണങ്ങൾ? ശരീരം, മനസ്സ്, ഇടയ്ക്ക് ഇന്ദ്രിയങ്ങളുണ്ട്. ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ, ബുദ്ധി, അഹങ്കാരം. അതിലെ അഹങ്കാരം നമുക്ക് ഒഴിവാക്കാം. അഹങ്കാരത്തിൻ്റെ ഉപകരണങ്ങളാണ് ബാക്കിയുള്ളത്. അഹങ്കാരം ഒഴിച്ച് മറ്റുള്ളവയെല്ലാം അഹങ്കാരത്തിൻ്റെ ഉപകരണങ്ങളാണ്. കരുവി കഴല എന്ന് പറഞ്ഞാൽ ശാരീരികവും ഐന്ദ്രിയവും മാനസികവുമായ ഉപകരണങ്ങൾ അഴിഞ്ഞു വീഴുമ്പോൾ, ഒക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരീരം പതിക്കുമെന്നോ, മനസ്സ് ഇല്ലാതെയാകുമെന്നോ, ബുദ്ധി പ്രവർത്തനം നിർത്തിവെക്കുമെന്നോ ഒന്നും അർത്ഥമില്ല. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഉപകരണങ്ങളുമായിട്ടുള്ള താദാത്മ്യത്തെ താൻ ഉപേക്ഷിച്ചിട്ട് നിൽക്കും. ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. താദാത്മ്യത്തെയാണ് ഉപേക്ഷിക്കുന്നത്, അല്ലാതെ ആ വസ്തുക്കൾ അവിടെ തന്നെ ഉണ്ട്. ശരീരം അവിടെയുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്. അവയുമായി താൻ നേരത്തെ ബന്ധപ്പെട്ട് കിടക്കുന്നു, കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി ബോധസ്വരൂപനായ എനിക്ക് ജഡവുമായി യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം ഉള്ളിൽ വ്യക്തമായി തെളിഞ്ഞു. ആ താദാത്മ്യത്തെ വിട്ടാൽ അത് നമ്മുടെയല്ല, നാം അതല്ല. അതിനെയാണ് ഈ അഴിഞ്ഞു വീഴുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒന്നും നഷ്ടമാവില്ല, എല്ലാം അവിടെ ഉണ്ടാവും. അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവല്ലാതെ വേറൊന്നും ഇല്ല. പിന്നെ എല്ലാം അവിടെ ഉണ്ടാകും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒക്കെ ആത്മമയമായി പ്രകാശിക്കും എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആത്മഭിന്നമായിട്ടാണ് നമ്മൾ ഈ ഉപകരണങ്ങളെയും അഹങ്കാരത്തെയും ജഗത്തിനെയും കണ്ടുകൊണ്ടിരുന്നത്. ആ തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങി എല്ലാം ഒരേ ആത്മസ്വരൂപമായി പ്രകാശിക്കും. അത് നമുക്ക് വ്യക്തമായി ശരീരമുള്ളപ്പോൾ തന്നെ അനുഭവിക്കാൻ പറ്റും. അങ്ങനെ അനുഭവിക്കുന്നവരെയാണ് ജീവൻ മുക്തന്മാർ എന്ന് വേദാന്ത ശാസ്ത്രം വിളിക്കുന്നത്. കരുവി കഴല വരൈ നോക്കാം. വരൈ, നമ്മൾ വര എന്ന് പറഞ്ഞാൽ ലൈൻ, സ്കെയിൽ വെച്ച് വരയ്ക്കുന്ന വര, അതുണ്ട്. വര എന്ന് പറഞ്ഞാൽ, ഞാൻ തമിഴിലെ കാര്യമല്ല പറയുന്നത്, മലയാളത്തിന്റെ കാര്യമാണ് പറയുന്നത്. മല എന്നാണ്. വര എന്ന് പറഞ്ഞാൽ മല. വരയാട്,
മലമ്പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു തരം ആടാണ് വരയാട്. താഴ്വര, വരയുടെ താഴ്ഭാഗം, മലയുടെ അടിവാരം, വാലി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നില്ലേ? ഇതൊക്കെ ആ വര, മല എന്നുള്ള അർത്ഥത്തിൽ നിന്നുണ്ടായതാണ്. വരയാട്, താഴ്വര തുടങ്ങിയ വാക്കുകളൊക്കെ തമിഴാണത്. തമിഴിൽ നിന്ന് മലയാളം ഉണ്ടായപ്പോൾ അമ്മയുടെ സ്വഭാവം കുട്ടികൾക്ക് പകർന്നു കിട്ടുന്നത് പോലെ കുറെ സ്വഭാവങ്ങൾ, കുറെ വാക്കുകൾ മലയാളത്തിനും പകർന്നു കിട്ടി. അതുപോലെ ഉപയോഗിക്കുന്നു. പക്ഷേ അതിൻ്റെ റൂട്ട്, ഉദ്ഭവം കാലക്രമത്തിൽ നമ്മൾ മറന്നുപോയി. അതാരും അന്വേഷിച്ച് പോകുന്നില്ല. വരയിനോക്കാം എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിൽ നിന്ന് താഴെ നോക്കുന്നത് പോലെ. പൊക്കമുള്ള മലയുടെ മുകളിൽ നിന്നും ഇങ്ങ് മലയടിവാരത്ത് എന്തിനെങ്കിലും നോക്കിയാൽ ചെറുതായി കാണും, വളരെ ചെറിയതായി, സൂക്ഷ്മമായി കാണും. ഇതുപോലെ ഉന്നതമായ ആത്മസ്ഥിതിയിൽ, ആത്മതലത്തിൽ നിന്ന് ഒരു ജ്ഞാനി പ്രപഞ്ചത്തെ നോക്കുമ്പോൾ പ്രപഞ്ചം നിസ്സാരമായി തോന്നും. മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇനിയിപ്പം മലയുടെ മുകളിൽ നിന്ന് കയറാൻ പോണ്ട, ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് നോക്കിയാലോ, ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ വട്ടമടിക്കുമല്ലോ, റൺവേയിലേക്ക് വന്ന് ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം സിറ്റിയെ ഒരു രണ്ട് പ്രാവശ്യം കറങ്ങിയിട്ടാണ് അത് റൺവേയിലേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് മുകളിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ MG റോഡ് ഉണ്ടല്ലോ, മറ്റേ ഈസ്റ്റ് ഫോർട്ട് തൊട്ട് മറ്റേ അറ്റം വരെയുള്ള ഈ MG റോഡ് ഒരു വര പോലെ കാണും. വെറും ഒരു വര. അതിലൂടെ ഓടുന്ന വാഹനങ്ങളൊന്നും നമുക്ക് കാണില്ല, വെറും ഒരു വര. ഇതുപോലെയാണ് നമ്മുടെ MG റോഡ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ MG റോഡിന്റെ വശങ്ങളിൽ നിൽക്കുന്ന ജനങ്ങൾ നോക്കുമ്പോഴോ, എന്തൊരു കോലാഹലം, അടിപിടി. അപ്പുറത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, ഇപ്പുറത്തെ സംസ്കൃത കോളേജ്, അപ്പുറത്തെ BJT ഹാള്, കുറച്ചുകൂടെ അപ്പുറത്ത് പോയ കേരള യൂണിവേഴ്സിറ്റി, അപ്പുറത്തെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, ഇപ്പുറത്തെ അമ്പലം, പള്ളി, എല്ലാമായി. പക്ഷെ മുകളിൽ നോക്കിയാൽ ഈ ഭേദങ്ങളൊന്നും കാണപ്പെടുകയില്ല. വരയിൽ നോക്കാം എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് പോലെയാണ് ആത്മജ്ഞാനി പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. അദ്ദേഹം മലയുടെ മുകളിലൊന്നും കയറിയിട്ടില്ല, താഴെ തന്നെയാണ്, ഭൂമിയിൽ തന്നെയാണ് കാലൂന്നി നിൽക്കുന്നത്. എന്നാലും നേരത്തെ കണ്ടുകൊണ്ടിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ജ്ഞാനി കാണുന്നത്. എന്താ? ഇതിനും തനിക്കും യാതൊരു ബന്ധവുമില്ല. ഈ പ്രപഞ്ചത്തിനും ബോധസ്വരൂപനായ എനിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബന്ധമില്ല എന്ന് മാത്രമല്ല, ഈ ജഡജഗത്ത് എന്നൊന്നില്ല, അതിൻ്റെ സ്ഥാനത്ത് ബോധം മാത്രമേ ഉള്ളൂ. ഈ ഒരു കാഴ്ചപ്പാടാണ് ജ്ഞാനിക്കുള്ളത്. വരയി നോക്കാം ചിന്തൈ പെരുമൂച്ചാം ബോധം പെരിയിൽ. ബോധം പെരിയിൽ ചിന്തൈ പെരുമൂച്ചാം. ബോധം പെരിയിൽ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ബോധം എന്നതുകൊണ്ട് വ്യക്തിബോധം, ജീവഭാവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ജീവബോധം പിരിയുമ്പോൾ, പെരിയിൽ എന്ന് പറഞ്ഞാൽ പിരിയുമ്പോൾ, അകലുമ്പോൾ, നഷ്ടമാകുമ്പോൾ, ഞാൻ എന്ന ഭാവം ഒരു ജീവന്റെ ഉള്ളിൽ നിന്ന് നഷ്ടമാകുമ്പോൾ ജീവന്റെ ജീവത്വമാണ് നഷ്ടപ്പെടുന്നത്. പകരം കിട്ടുന്നതോ ബ്രഹ്മത്വം. ഒരു കുമിള പൊട്ടുമ്പോഴെന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ കുമിള പൊട്ടിപ്പോയി എന്നാണ് വേദനിക്കുന്നത്, അല്ലെങ്കിൽ സഹതപിക്കുന്നത്. അത് കടലായി മാറുകയാണ് ചെയ്യുന്നത്. അല്പമായ ആ രൂപം ആ കടൽ എന്നുള്ള ഭാവത്തെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ രൂപം അങ്ങ് പോയാൽ അനന്തമായ സാഗരമായി തീരും ആ കുമിള. ഇതുപോലെ അല്പമായ വ്യക്തിബോധം അത് നഷ്ടമാകുമ്പോൾ നമുക്ക് കൈവരുന്നത് അനന്തമായ ബോധാനുഭവമാണ്, ബ്രഹ്മാനുഭവമാണ്. വ്യക്തിബോധം നഷ്ടമാകുമ്പോൾ ചിന്തൈ പെരുമൂച്ചാം, അയാൾക്ക് ചിന്തകളും ദീർഘനിശ്വാസവും ഉണ്ടാവും. വ്യക്തിബോധം നഷ്ടപ്പെട്ടാൽ ചിന്തകളൊക്കെ അസ്തമിക്കുകയല്ലേ വേണ്ടത്? ചിന്തകൾ അസ്തമിച്ച നിലയിൽ അദ്ദേഹം കഴിയും. എന്നാലും ചിലപ്പോൾ ആ മനസ്സ് ഉദയം ചെയ്തു എന്ന് വരാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവം എന്താണ്? താൻ അനുഭവിച്ച പൂർവജന്മങ്ങളിൽ താൻ അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചുള്ള ചിന്തകൾ നെടുവീർപ്പിന് കാരണമാകും. ദീർഘനിശ്വാസം ഉതിർക്കും. ഇത്ര അടുത്ത്, ഇത്രയും എൻ്റെ ഏറ്റവും ഉള്ളിൽ ഞാനാകുന്ന ആ സത്യത്തെ ജന്മജന്മാന്തരങ്ങളായി ഞാൻ അറിയാതെ കഴിഞ്ഞുവല്ലോ എന്നോർക്കുമ്പോൾ
ഒരു ചെറിയ മനപ്രയാസം, വിഷമമൊന്നുമില്ല, ദുഃഖമൊന്നുമില്ല, അതിലെ ഒരു ചെറിയ മനപ്രയാസം, ആ മനപ്രയാസത്തിൽ നിന്നുണ്ടാകുന്ന ദീർഘനിശ്വാസം അങ്ങനെ ഉണ്ടാവും. അതാണ് ചിന്തൈ പെരുമൂച്ചാം ബോധം പെരിയിൽ അരുളായി വെതുമ്പി ഉടൽ വെറുക്കും. അരുളായി വെതുമ്പി, അരുളായി ഉടൽ വെതുമ്പി, അതാണ് അന്വയം. സംസ്കൃതത്തിലുള്ളതുപോലെ ഈ തമിഴിലും അന്വയമുണ്ട്. അരുളായി ഉടൽ വെതുമ്പി. അരുളായി, അരുൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൃപ, ഭഗവത് അനുഗ്രഹം, ആത്മാവിൻ്റെ അനുഗ്രഹമാണ് ആത്മസാക്ഷാത്കാരത്തിന് കാരണമായി തീരുന്നത്. ആ ആത്മകൃപയുമായി അല്ലെങ്കിൽ ഈശ്വര കൃപയുമായി ഏകീഭവിച്ച് ഉടൽ വെതുമ്പി, ശരീരോഷ്മാവ് വർദ്ധിച്ച്. ഇതിനു മുമ്പ് ഇതേ അവസ്ഥയെ പറഞ്ഞിട്ടുണ്ട്. ദേഹത്തിലെ ആ ഊഷ്മാവുണ്ടല്ലോ, ചൂട്, അത് അല്പം ഒന്ന് കൂടും, കുറച്ചുകൂടെ ആ ഊഷ്മാവ് വർദ്ധിക്കും. എന്ന് വെച്ച് പനി, നമ്മൾ കടുത്ത പനി പോലെ, വൈറൽ ഫീവർ പോലെ അത്രയും ചൂട് കൂടുമെന്നല്ല, നോർമൽ ടെമ്പറേച്ചറിനേക്കാളും അല്പം കൂടും. എന്തുകൊണ്ടാണെന്നോ, ഈ ആത്മസാക്ഷാത്കാരം എന്നുള്ളത് തികച്ചും ഇന്ദ്രിയാതീതം, മനോബുദ്ധ്യതീതമാണ് എന്ന് പറയുമ്പോഴും ഈ പ്രാണനിൽ അതിൻ്റെതായ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാകും. ആ പ്രതിഫലനമാണ് ശരീര ഊഷ്മാവ് വർദ്ധിക്കാൻ കാരണം. അരുളായി ഉടൽ വെതുമ്പി, അതിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് ഈ പെരുമൂച്ചാം ബോധം പെരിയിൽ എന്ന് പറഞ്ഞ് നിർത്തിയല്ലോ. ചിന്തൈ പെരുമൂച്ചാം എന്ന് പറഞ്ഞല്ലോ, അതിന്റെ വ്യാഖ്യാനം കൂടെ നമുക്ക് വായിക്കാം. ഇതിലുള്ളതാണ്, നിങ്ങളുടെ മലയാളം പുസ്തകത്തിൽ കാണില്ല. ഈ വ്യാഖ്യാനത്തിൽ തമിഴിലുള്ള അതേ വാക്കുകൾ തന്നെ എഴുതിയിട്ടുണ്ട്. യാൻ എറുമ്പുകളാൽ നാങ്കൂൾ അരിപ്പുണ്ടതുപോൽ അളവിൽ കാലം അക്കരുവികളാൽ അരിപ്പുണ്ടേനെ എന്നും ചിന്തനയാൽ നെട്ടുയിർപ്പുളതാം. യാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എറുമ്പുകളാൽ നാങ്കൂൾ അരിപ്പുണ്ടതുപോലെ, പോൽ എന്താ, ശരീരം മുഴുവൻ കട്ടുറുമ്പോളോ അല്ലെങ്കിൽ ഈ നമ്മൾ പച്ചുറുമ്പ് എന്നൊക്കെ പറയില്ലേ, പ്ലാവിലൊക്കെ കാണുന്ന, കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്, മാംസം പറിച്ചെടുത്ത് കളയും, അത്ര വേദനയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉറുമ്പുകൾ കൊണ്ട് ശരീരം ദംശിക്കപ്പെട്ട് ശരീരത്തെ ഇങ്ങനെയുള്ള ഉറുമ്പുകളൊക്കെ കാർന്നു തിന്നുന്നത് പോലെ ഉള്ള വേദനയാണ് ഞാൻ ഓരോ ജന്മങ്ങളിലും അനുഭവിച്ചു തീർത്തത്. ഇതൊക്കെ മറന്നു പോകുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ചിരിച്ചോണ്ട് നടക്കുന്നത്. ഈ പൂർവ്വജന്മ സ്മൃതി നമുക്ക് നഷ്ടമായി, ഒന്നും ഓർമ്മയില്ല. ഈ ജന്മത്തിലുള്ളത് തന്നെ ഒരു 20 കൊല്ലം 25 കൊല്ലത്തിന് മുമ്പുള്ളത് നമ്മുടെ സ്മരണയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഇതെന്തിനാ? ഇത് ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയാം. എന്ത് ഈ മറവി? ഭഗവാന്റെ അനുഗ്രഹം ഒരു വശത്ത്, മായയുടെ കളി വേറൊരു വശത്ത്. ഭഗവാന്റെ അനുഗ്രഹം ഏത് തരത്തിലാണ്? കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മയൊക്കെ വന്നാൽ അവിടെ നമ്മൾ പലർക്കും പണം കടം കൊടുത്തിട്ടുണ്ടാവും. അത് തിരിച്ച് വാങ്ങിക്കുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ അവൻ പറ്റിച്ചു കാണും. അതൊക്കെ അന്വേഷിച്ച് നമ്മൾ പോകും. ഇവിടെ തന്നെ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട് ഈ ജന്മത്തിൽ തന്നെ. ഇനിയിപ്പോൾ അതൊക്കെ അന്വേഷിച്ച് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയും ഭാര്യയും കുട്ടികളും ബന്ധുക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ അന്വേഷിച്ച് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ഒരു അവസാനം? അതുകൊണ്ട് അത് മറയ്ക്കുകയാണ്. ഭഗവാന്റെ തന്നെയാണ് ഈ മായാശക്തി. അതൊരു തിരശ്ശീല പോലെ വീണ് പഴയതെല്ലാം മറന്നു പോകുന്നു, എല്ലാം വിസ്മരിക്കപ്പെടുന്നു. അപ്പോൾ ഈ ജീവൻ മുക്തൻ അല്ലെങ്കിൽ ജ്ഞാനി ചിലപ്പോൾ ദീർഘനിശ്വാസങ്ങൾ ഉതിർക്കും. എന്തിനാ? എത്രയോ കാലം, അനന്തകാലം, ലക്ഷക്കണക്കിന് ജന്മങ്ങൾ ഞാൻ പല ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പെട്ട് ഒരു മണ്ണിരയെ ഉറുമ്പുകൾ 4 ഭാഗത്തു നിന്നും കടിച്ചു വലിക്കുന്നത് പോലെ ഉള്ള ദുഃഖങ്ങൾ അനുഭവിച്ചു. മണ്ണിരയെ ഉറുമ്പിന്റെ കൂട്ടിലോട്ട് ഇട്ട് കൊടുത്താലേ അതിന്റെ ദേഹം മുഴുവൻ ഉറുമ്പുകൾ ഇങ്ങനെ പൊതിഞ്ഞ് കടിച്ച്, അപ്പോൾ ആ ഒരു മണ്ണിനെ എന്തുമാത്രം വേദനയായിരിക്കും അനുഭവിക്കുക. അതുപോലെയുള്ള ദുഃഖമാണ് ഞാൻ പല ജന്മങ്ങളിലും അനുഭവിച്ചത്. അതൊക്കെ ഓർത്ത് ദീർഘനിശ്വാസം ഉതിർക്കുന്നു എന്നാണ്. അപ്പൊ ജ്ഞാനിക്ക് അതൊക്കെ ഓർമ്മ വരുമോ? ചിലർക്ക് ഓർമ്മ വന്നു എന്ന് വരാം, വന്നില്ലെങ്കിലും ഈ ജന്മത്തിലുള്ള ദുഃഖവും ദുരിതവും തന്നെ ധാരാളം. വിരക്തി വരാനേ ഇപ്പൊ അനുഭവിക്കുന്ന കഷ്ടതകളൊക്കെ മതി. പഴയ ജന്മങ്ങളിൽ അനുഭവിച്ചതിനെയൊന്നും ഓർത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്താ, എല്ലാം മറന്നു, നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നു. ഒരർത്ഥത്തിൽ അത് അനുഗ്രഹമാണ്. മറന്നു പോകുന്നത് കൊണ്ടുള്ള ദോഷം എന്താ? വിരക്തി വരുന്നില്ല, അവിടെയാണ് ദോഷം.
മറന്നു പോകുന്നു എന്നുള്ളത് എല്ലാം മറക്കേണ്ടതല്ലേ, എല്ലാം മറക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഈ ദുഃഖത്തെയും ദുരിതത്തെയും കുറിച്ചുള്ള സ്മരണയാണ് ഒരാളെ വിരക്തനാക്കി തീർക്കുന്നത്. അല്ലെങ്കിൽ ആ ഉള്ളിലുണ്ടായ വൈരാഗ്യം പുഷ്ടി പ്രാപിക്കുകയില്ല. വീണ്ടും ഈ സുഖഭോഗങ്ങളിൽ മനസ്സ് സംഘബദ്ധമാകും. അതാണ് ദീർഘനിശ്വാസം ഉതിർക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞത്. അരുളായി ഉടൽ വെതുമ്പി കൃപ ഭഗവാന്റെ അനുഗ്രഹവുമായിട്ട് താൻ ഏകീഭവിക്കുന്നു. അതാണല്ലോ ഈ കൃപയില് അഹങ്കാരം അലിഞ്ഞില്ലാതാവുക എന്ന് പറയുന്നു. അങ്ങനെ കൃപയുമായി ഏകീഭവിച്ച് ശരീരോഷ്മാവ് വർദ്ധിച്ച് വെറുക്കും. എന്താണ് വെറുക്കും? ശരീരത്തെയും വിഷയങ്ങളെയും കണ്ട് അയാൾക്ക് ഒരു ഭയം തോന്നും, ഒരു നീരസം. നേരത്തെ ഇവയുടെ പുറകെ ഇതിനു വേണ്ടിയാണ് അയാൾ ജീവിതം സമർപ്പിച്ചിരുന്നത്. ഇപ്പോ അതിന് നേരെ വിരുദ്ധമായ ഒരു ഘട്ടത്തിലെത്തുകയും അവയൊക്കെ ഉള്ളുകൊണ്ട് ത്യജിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. അകന്നു നിൽക്കാൻ നോക്കും. അത് ബാഹ്യമായി അകന്നു നിൽക്കേണ്ട കാര്യമില്ലല്ലോ, നിസ്സംഗത ഉള്ളിലില്ലേ. അതൊക്കെ ശരി തന്നെ. ഈ പുറമേ അകന്നു നിൽക്കാതെ അത്ര പെട്ടെന്നൊന്നും ഉള്ളിൽ നിസ്സംഗത വരില്ല. കാരണം ഈ വിഷയങ്ങള് അത്ര കണ്ട് സ്വാധീനം ചെലുത്തുന്നു മനുഷ്യ മനസ്സിൽ. അതുകൊണ്ട് ആദ്യം ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒതുങ്ങി തന്നെ കഴിയണം. അങ്ങനെ മനസ്സിനൊരു പാകത വന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്സംഗത ഉള്ളിലായാൽ മതി. പുറമേ വിഷയങ്ങളെ വിട്ട് അകന്നു നിൽക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ വിഷയങ്ങളോട് ഒരു വിരക്തി തോന്നും, വെറുക്കും. ശരീരത്തോട് തന്നെ ഒരു അവജ്ഞ തോന്നും. എന്തിന് ഈ ജഡം? ഞാനിതല്ലല്ലോ. ഇതാണല്ലോ സുഖദുഃഖങ്ങൾക്ക് കാരണമാകുന്നത്. ഈ ശരീരമാധ്യമത്തിലൂടെയാണല്ലോ മനസ്സ് പ്രവർത്തിച്ച് സുഖദുഃഖങ്ങളെ അനുഭവിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് എല്ലാറ്റിനോടും ഒരു നീരസം അല്ലെങ്കിൽ നിസ്സംഗത, വെറുക്കും. ഇൻപായി ഇങ്ങനെ ശരീരത്തിൽ ഒരു വിരക്തി വരുമ്പോ ഉള്ളില് ആനന്ദം വർദ്ധിക്കും. നമ്മൾ ഈ വിഷയാനന്ദത്തെ മാത്രം അനുഭവിച്ച് കഴിഞ്ഞു കൂടിയിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ ആത്മാനന്ദം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരെത്തും പിടിയും കിട്ടാത്തത്. എന്താണ് ഈ ആത്മാനന്ദം? എല്ലാറ്റിനെയും വിട്ട അത് അനുഭവിക്കാം. പലരുടെയും ഭയം എന്തെന്നോ, ഉത്തരത്തിലുള്ളത് കിട്ടിയില്ല, കക്ഷത്തുള്ളത് പോവുകയും ചെയ്തു എന്നൊരു സ്ഥിതി വരുമോ? തമിഴിലൊരു ചൊല്ലുണ്ട്, അരശനെ നമ്പി പുരുഷനെ കൈവിട്ട മാതിരി. അതെന്താണ്? ഒരു സാധാരണ സ്ത്രീ സുന്ദരിയാണ്. ആ സുന്ദരിയെ രാജാവ് കണ്ട് മോഹിച്ചിട്ട് ഞാൻ നിന്നെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം കൊടുത്തു. അവര് വിവാഹിതയാണ്. അവരെന്ത് ചെയ്തു? രാജാവിന്റെ ഭാര്യയാകാൻ പോവില്ലേ, ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ എന്തിനാ പൊറുക്കുന്നത്? ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചു, സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? രാജാവ് കല്യാണം കഴിച്ചില്ല. അരശനെ നമ്പി പുരുഷനെ കൈവിട്ട മാതിരി. അവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നാണ് അർത്ഥം. തമിഴില് പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നാണ്. അല്ല, നമ്മളിവിടെ മെയിൽ ആണ് എന്നുള്ള അർത്ഥത്തില് അവിടെ തമിഴിൽ പ്രയോഗിക്കാറില്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമേ പറയൂ എൻ്റെ ഭർത്താവ്. ഉള്ളിൽ ഒരു ആനന്ദം ഉണ്ടാവുന്നു. അത് നേരത്തെ ഉള്ളതാണ്. ഈ വിഷയവാസനകൾ കൊണ്ട് അത് മറയ്ക്കപ്പെട്ടിരുന്നു. ആ വിഷയവാസനകളൊക്കെ നീങ്ങുമ്പോൾ ആ ആനന്ദം തൻ്റെ സ്വരൂപത്തിൽ പ്രകാശിച്ചു തുടങ്ങും, ഉള്ളിൽ അനുഭവപ്പെട്ടു തുടങ്ങും. ഇൻപായി വികളം മുതിർന്ന്. വികളം മുതിർന്ന് എന്ന് പറഞ്ഞാൽ, വികളം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. തമിഴിൽ പറയും പൈത്യം. പൈത്യം എന്നാണ് പറയുന്നത്. വട്ട ഭ്രാന്ത് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് വികളം എന്ന് പറയുന്നത്. വികളം മുതിർന്ന്, ഭ്രാന്ത് മൂത്ത്. ചുരുക്കം ഈ ജ്ഞാനികളൊക്കെ വട്ടന്മാരാണെന്നാണ്. പക്ഷേ അജ്ഞാനികളും അതുപോലെ വട്ടന്മാരാണ്. പക്ഷെ ഏതിൽ വട്ട് എന്നുള്ളതാണ് ചോദ്യം. ജ്ഞാനികളുടെ ഭ്രാന്ത് ഈശ്വരനിലാണ്. അജ്ഞാനികളുടെ ഭ്രാന്ത് അല്ലെങ്കിൽ വട്ട് എന്ന് പറയുന്നത് വിഷയങ്ങളിലാണ്. വിഷയങ്ങളിലെ ഭ്രാന്ത് ജനന മരണത്തിന് കാരണമായി തീരും. ഈശ്വരനിൽ ഭ്രാന്ത് മുഴുത്താൽ ജനന മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇതാണ് ഈ രണ്ട് വട്ട് ഭ്രാന്തിനും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് മോചിപ്പിക്കും, മറ്റേത് ബന്ധിപ്പിക്കും. വികളം മുതിർന്ന്, ഒരു ഈശ്വരീയമായ ഭ്രാന്ത് മൂത്ത്. വേറൊരർത്ഥം ഇതിൽ കൊടുത്തിട്ടുള്ളത് മൗനം എന്നാണ്. വികളം എന്നുള്ളത് മൗനം അങ്ങോട്ട് ഘനീഭവിച്ച് സങ്കല്പങ്ങളൊക്കെ ഉള്ളിൽ ഉപശമിച്ച് സാന്ദ്രമായ ഒരു മൗനം അല്ലെങ്കിൽ നിശബ്ദത ഉള്ളിലുണ്ടാവും. അത് അവാച്യമായ ഒരു ആനന്ദാനുഭൂതിയാണ്. അതിനെയൊക്കെയാണ് ഈ ആത്മാനന്ദം, ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഭ്രാന്ത് മൂത്ത് ഉരയു നാണുമൊടുങ്ങും.
ഉരയും നാണും ഒടുങ്ങും. ഉരൈ എന്ന് പറഞ്ഞാൽ വാക്ക്, സംസാരം എന്നർത്ഥം. സംഭാഷണമൊക്കെ കുറഞ്ഞു വരും. അതിനെയൊന്നും മനസ്സിനെ വിനിയോഗിക്കാൻ നമുക്ക് താല്പര്യമില്ലാതായിത്തീരും. എന്തിനാ, ആരോട് എന്ത് സംസാരിക്കാൻ? എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് പ്രയോജനമില്ല. ആത്മാവിനെ കുറിച്ച് സംസാരിക്കാൻ ഒക്കില്ല. ഇനിയിപ്പോ എന്ത് സംസാരം, ആരോട് എന്ത് സംസാരിക്കാൻ? അതുകൊണ്ട് എന്താ, സംഭാഷണം കുറഞ്ഞു വരും. നാണവും ലജ്ജയും ഒടുങ്ങും. അപ്പോ നാണം കെട്ടവനായി തീരുമോ ഞാൻ? ഒരു കണക്കില് നാണം കെട്ടവനാ. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പല അഡ്ജസ്റ്റ്മെന്റും വരുത്താറുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ. മറ്റുള്ളവർക്കനുസരിച്ച് പല ക്രമീകരണങ്ങളും നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കും. ഈ മറ്റുള്ളവരെയോ ലോകത്തെയോ കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത ജ്ഞാനി നാണം കെട്ടവൻ തന്നെയാണ്. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊരു വിചാരം ജ്ഞാനിക്കില്ല. അവരെന്തോ വിചാരിച്ചോട്ടെ, അതൊക്കെ ഒരുതരം അഹങ്കാര പ്രകടനമാണ്. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അവര് മോശമായതൊന്നും വിചാരിക്കരുത്, എല്ലാവരും എന്നെ കുറിച്ച് നല്ലതേ വിചാരിക്കാവൂ, നല്ലതേ പറയാവൂ, ഇങ്ങനെയൊക്കെയുള്ള വിചാരം അഹങ്കാരത്തിന്റെ മുളപ്പല്ലേ. അഹങ്കാരം നശിച്ചവന് ഇങ്ങനെയുള്ള പരിഗണനകളൊന്നും ഉണ്ടാവില്ല. അതാണ് ഉരയും നാണും ഒടുങ്ങും. സംഭാഷണവും സഭ്യതയും. സഭ്യതയില്ലാതാവും എന്ന് പറഞ്ഞാൽ അയാൾ അസഭ്യം പറയുമെന്നോ അസഭ്യം പ്രവർത്തിക്കുമെന്നോ അല്ല അർത്ഥം. മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്തു വിചാരിക്കും എന്ന വിചാരം അറ്റുപോകും. അയാൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് ബാക്കിയുള്ളവർ എന്ത് വിചാരിച്ചാലും അദ്ദേഹത്തിന് അതൊരു പ്രശ്നമേ അല്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ഉള്ളിലെ അഹങ്കാരം ഒടുങ്ങിയിരിക്കുന്നു. ഉരയും നാണും ഒടുങ്ങും. ഈ സന്യാസി അല്ലെങ്കിൽ ജ്ഞാനി സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. സമൂഹത്തെക്കുറിച്ചോ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചോ ഈ ജനങ്ങൾ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാറേ ഇല്ല. ആ അർത്ഥത്തിലാണ് നാണം കെട്ടവൻ എന്ന് പറഞ്ഞത്. മറ്റുള്ളവർക്ക് ആ നാണം ലജ്ജയൊക്കെ ഉണ്ട്. തന്നെ കുറിച്ച് ആരും മോശം പറയരുത് എന്നുള്ള വിചാരം ഇദ്ദേഹത്തിന് അതില്ല. അപ്പോൾ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹത്തെ ഭയപ്പെടുന്നില്ല. അദ്ദേഹത്തിന് ഈ ചര്യ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, പൂജ തുടങ്ങിയ സമ്പ്രദായങ്ങൾ, ക്രിയകൾ, ഈ പൂജകളൊന്നും അദ്ദേഹം ചെയ്യാറില്ല. അതുകൊണ്ട് ജനങ്ങൾ എന്ത് വിചാരിക്കും എന്നൊരു വിചാരവും അദ്ദേഹത്തിനില്ല. അല്ല, നമ്മൾ സമൂഹത്തിന് നേർവഴി കാണിച്ചു കൊടുക്കേണ്ടവരില്ലേ? ആ ചിന്തയില്ല. അങ്ങനെ ഒരു ചിന്തയില്ലെന്ന്. തീർത്ഥക്ഷേത്രങ്ങളിൽ പോവുക, അവിടെ പുണ്യസ്നാനം ചെയ്യുക, ഗംഗ തുടങ്ങിയ പുണ്യനദികളിലൊക്കെ മുങ്ങുക, ഇതൊന്നും അദ്ദേഹത്തിനില്ല. ഒരുപക്ഷെ അദ്ദേഹം പണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോ അതിലൊന്നിലും താല്പര്യമില്ല. എന്തുകൊണ്ട് അദ്ദേഹം ഈശ്വരനെ പൂജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഈശ്വരനായി തീർന്നു. ഈശ്വരനെ പൂജിക്കുവോ? ഇല്ല. പണ്ട് ശുദ്ധി വരുത്തുന്നതിന് വേണ്ടി, ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി വരുത്തുന്നതിന് വേണ്ടി ചെന്ന് പുണ്യനദികളിൽ സ്നാനം ചെയ്യുമായിരുന്നു. ഇപ്പോ താൻ തന്നെ ഒരു ഗംഗയായി മാറിയിരിക്കുന്നു. മറ്റുള്ളവർ ഈ ഗംഗയിൽ വന്ന് കുളിച്ച് അവരുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കിക്കൊള്ളട്ടെ. ഗംഗ എവിടെയെങ്കിലും മുങ്ങാൻ പോകൂ? മറ്റുള്ളവർ ഗംഗയിലല്ലേ വന്ന് മുങ്ങുക. ഇതുപോലെ നടക്കുന്ന ഒരു തീർത്ഥമായി, സഞ്ചരിക്കുന്ന ഒരു ക്ഷേത്രമായി, ശരീരത്തോടു കൂടിയ ഈശ്വരനായി ജ്ഞാനി നിലകൊള്ളുന്നു. അപ്പൊ എത്ര മഹനീയമാണ് ആ സ്ഥിതി എന്ന് ഓർത്തു നോക്കൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ കഴിയുന്ന ജ്ഞാനിക്ക് ബാഹ്യകാര്യങ്ങളിൽ തന്നെ, ലൗകിക കാര്യങ്ങളിൽ തന്നെ ഒരു താല്പര്യവും ഉണ്ടാവില്ല. അതിനെയാണ് ഉരയും നാണും ഒടുങ്ങും. അതിൻ്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിലുള്ള സാധനങ്ങളൊക്കെയും അടുത്താണെന്ന് തോന്നുന്ന പോലെ. അതെങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കുറേ അബദ്ധങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അച്ചടിപ്പശകാവാം, നമുക്ക് വ്യാഖ്യാതാവിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഗംഭീരനായ ഒരാളാണ് ഇതിൻ്റെ വ്യാഖ്യാതാവ്. അപ്പം എങ്ങനെയോ ഇത് അച്ചു നിരത്തിയവൻ്റെയോ അതിൻ്റെ പ്രൂഫ് റീഡ് ചെയ്തതിൻ്റെയോ ഒക്കെ കുഴപ്പമാവാം. മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിലുള്ളതൊക്കെ അപ്രധാനങ്ങളായിത്തീരും, നിസ്സാരങ്ങളായിത്തീരും, ആ ഭേദങ്ങളൊക്കെ നശിക്കും. ആ ഒരു അർത്ഥം മാത്രം നമുക്ക് സ്വീകരിക്കാം. ഭൂമിയിലുള്ള സാധനങ്ങളൊക്കെയും അടുത്താണെന്ന് തോന്നുന്ന പോലെ നേതി ചെയ്ത് തത്വങ്ങളെ നീക്കി പരമാർത്ഥം അറിയുമ്പോൾ പ്രപഞ്ചം അസത്യമായി തോന്നി, അസത്യമായ കരുവികളിൽ
അധോമുഖമായിരുന്ന ജീവബോധം ഊർധ്വമുഖമായി തിരിഞ്ഞ് അരുളിനെ പ്രാപിക്കും. അല്പത്തിലാണ് മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ചെന്ന് പതിക്കുന്നത്, ഇന്ദ്രിയ വിഷയങ്ങളിൽ, പ്രാപഞ്ചിക കാര്യങ്ങളിൽ. അങ്ങനെ അധോമുഖമായിരുന്ന ജീവബോധം ഊർധ്വമുഖമായി എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഉയരുന്നതായി. തല കുമ്പിട്ടിരുന്നു, ഇപ്പൊ ഇതാ തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അങ്ങനെ അരുളിനെ പ്രാപിക്കും, ഭഗവാന്റെ കൃപയ്ക്ക് പാത്രമായി തീരും. കഴിഞ്ഞ കാലങ്ങളിൽ ഈ കരുവികൾ എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി എല്ലാം അതിനകത്ത് പെടും. കരുവികൾ, ഇന്ദ്രിയങ്ങൾ തന്നെ വിഴുങ്ങി നിന്നാണല്ലോ തന്നെ നശിപ്പിച്ചത് എന്നുള്ള ഓർമ്മ ഉണ്ടായി ദീർഘശ്വാസം നടത്തും. ഇതേ ഇന്ദ്രിയങ്ങളാണല്ലോ നേരത്തെ പണ്ട് കാലത്ത് എന്നെ വെട്ടിൽ കൊണ്ട് ചാടിച്ചത്, വെട്ടിലാക്കിയത് എന്നൊക്കെ ഓർത്ത് ഒരു ചെറിയ വിഷമം. ഇത്ര അനായാസമായി ലഭിക്കേണ്ട ഒന്നിനെയാണല്ലോ ഞാൻ നഷ്ടപ്പെടുത്തിയിരുന്നത് എൻ്റെ അജ്ഞത കൊണ്ട്. വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയം ശപിക്കാം, സ്വയം പഴിക്കാം. അങ്ങനെ ശപിക്കണമെന്നല്ല പറയുന്നത്. ആരുടെ നേരെ വിരൽ ചൂണ്ടും നമ്മൾ? നമ്മുടെ അജ്ഞത, ആ അജ്ഞത നമ്മുടെ ഉള്ളിലാണ്. ജന്മജന്മാന്തരങ്ങളായി അത് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിനെ നീക്കം ചെയ്യാൻ ഞാൻ പ്രയത്നിക്കാതെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഒക്കെ പിടിയിൽപ്പെട്ട് ദുഃഖം അനുഭവിച്ചു എങ്കിൽ ആരാണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി? ഞാൻ തന്നെ. വേറെ ആരെയും നമുക്ക് വഴി പറയാൻ സാധ്യമല്ല. മായാസ്വരൂപത്തെ അരുൾ വിഴുങ്ങി ജീവബോധം അടങ്ങുന്നതോടെ അരുൾ രൂപമായി തീർന്ന് മായാശരീരത്തിൽ വെറുപ്പുണ്ടാകും. മായാസ്വരൂപത്തെ അരുൾ വിഴുങ്ങും എന്നാണ് പറയുന്നത്. മായ നമ്മ വിഴുങ്ങിയിരിക്കുന്നു. ഈ മായ ഈശ്വര ശക്തി തന്നെയാണ്. ആ ഈശ്വര ശക്തിയെ ഈശ്വരൻ വിഴുങ്ങും. അപ്പോഴാണ് ഈ ആത്മസാക്ഷാത്കാരം ഒരു ജീവന് ലഭിക്കുന്നത്. അപ്പോൾ ആ ജീവൻ അരുൾ രൂപമായി തീർന്ന് മായാശരീരത്തിൽ വെറുപ്പുണ്ടാകും. ഈ ശരീരം, ജഡശരീരം, അന്നമയ കോശം അത് മായ കൊണ്ടുണ്ടായതാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് തൻ്റെ മനസ്സിനെ അടർത്തി മാറ്റും. അതിനോട് ഒരു നിസ്സംഗഭാവം, വെറുപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും വെറുപ്പല്ല, അതിനോടുള്ള ഒരു താല്പര്യക്കുറവ് പോലുമല്ല, താല്പര്യമില്ലായ്മ അത് ഉള്ളിൽ വളർന്നു വരും. അനന്തരം പരിപൂർണമായ ആനന്ദമുണ്ടായി ആനന്ദ സ്വരൂപിയാകും. അങ്ങനെ ആനന്ദം തുളുമ്പുന്ന ഉന്മാദാവസ്ഥയിൽ മൗനം വന്ന് വശാകയും. മൗനം നമ്മെ കടന്നു പിടിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് യാതൊരു പരിശ്രമവും ഇല്ലാതെ മൗനം നമ്മുടെ മനസ്സിനെ ഗ്രസിക്കും. എന്ന് പറഞ്ഞാൽ അനായാസമായി സങ്കല്പ നിരോധവും മൗനവും ഒക്കെ സാധ്യമായി തീരും. മിണ്ടണമെങ്കിൽ ബുദ്ധിമുട്ടാവും, ചിന്തിക്കണമെങ്കിൽ അത് പ്രയാസകരമായി തീരും. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരും. ആ അവസ്ഥയിലൊക്കെ എത്തിയവരാണല്ലോ ഇതൊക്കെ എഴുതി വെക്കുന്നത്. തൽക്കാലം വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ. എല്ലാം അനുഭവിച്ചിട്ട് വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ നടപ്പില്ല. പലപ്പോഴും അനുഭവിച്ചിട്ട് വിശ്വസിക്കുന്നത് അപകടകരമായി തീരുകയും ചെയ്യും. കാരണം അനുഭവിക്കാൻ ശ്രമിക്കുമ്പോൾ വേറെ ഏതെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടി ആ അനുഭവം കിട്ടാതെ പോവും. അപ്പൊ എന്നാ നമ്മൾ ഇതിനെ വിശ്വസിക്കുക? അതുകൊണ്ട് ആദ്യം വിശ്വസിക്കുക, എന്നിട്ട് അനുഭവിക്കാൻ നോക്കുക. ആദ്യം തിയറി, പിന്നെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് പോലെ. മൗനം വന്ന് വശാകയും. ഈ നിലയിൽ മുൻപുണ്ടായിരുന്ന അഭിമാനം ആകപ്പാടെ അകന്നു പോവുകയും ചെയ്യും. അഭിമാനം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം, അഹങ്കാരം, അത് പൂർണ്ണമായി അപ്രത്യക്ഷമാകും. നിഴല് പോലെ എന്നൊക്കെ നമ്മൾ പറയും. എന്തിനാ അത്? അതില് കഴമ്പൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവരുമായി വ്യവഹരിക്കുമ്പോൾ ഞാൻ എന്നൊക്കെ പറയേണ്ടി വരും. എൻ്റെ, എനിക്ക് എന്നൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് ജ്ഞാനിയുടെ ഉള്ളിൽ ഒരു നിഴല് പോലെ അഹങ്കാരം ബാക്കി നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജ്ഞാനിക്ക് ഉള്ളിൽ അഹങ്കാരത്തിന്റെ കണിക പോലുമില്ല. അഹങ്കാരം ബാക്കിയുണ്ടെങ്കിൽ ആത്മസാക്ഷാത്കാരം സാധ്യമാവില്ല. പൂർണ്ണമായ അഹങ്കാര നാശത്തിലാണ് ആത്മാവ് ഉദയം ചെയ്യുന്നത്. ഈ വക അവസ്ഥകൾ പടിക്കുപടി ഈശ്വരാനുഗ്രഹം നിറഞ്ഞ സന്യാസികൾക്ക് ഉണ്ടാകുമെന്നും ധരിച്ചുകൊള്ളുക. ഇതൊക്കെ കെട്ടുകഥയാണെന്നോ ജൽപ്പനമാണെന്നോ വിചാരിച്ച് തള്ളിക്കളയരുത്. ഇതൊക്കെ പരമസത്യമാണ്. ഓരോ വ്യക്തിക്കും ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം എന്നാണ് പറയുന്നത്. അടുത്ത പദ്യം വായിക്കാം. വേർക്കും
വിഴി തതുമ്പും പൊയ് അറിയിൻ മെയ് വെതുമ്പി ആർക്കും വിറയ്ക്കും അരുളുതിപ്പിൻ വാക്കുമനം നിன்று പരിപൂർണമായി നേയത്തെ കാക്കതമായി കன்றി പുളകിതമാം കാൺ. എന്തൊക്കെ സംഭവിക്കും ഈ ഈശ്വര കൃപ നമ്മ വന്ന് ഗ്രസിച്ചാൽ? ആത്മാവിന്റെ വായിൽ അകപ്പെട്ടാൽ എന്ത് സംഭവിക്കും? തവള പാമ്പിന്റെ വാക്കകത്ത് കിടന്ന് പിടയുന്നത് പോലെ പിടയുന്നാണോ? അല്ല. ഭഗവാന്റെ വായിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്, അങ്ങേയറ്റത്തെ അനുഗ്രഹമാണ് ഭഗവാന്റെ വാക്കകത്ത് പെടുക എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും നമ്മൾ ഭഗവാന്റെ വാക്കകത്തല്ലേ ആണ്, അറിയുന്നില്ല. വാക്യകത്തല്ല, ഭഗവാന്റെ ഉദരത്തിനകത്താണ് എന്നാണ്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാന്റെ വയറ്റിനകത്താണ്. പക്ഷേ അത് തിരിച്ചറിയുന്നില്ല. എന്തൊക്കെ സംഭവിക്കും ഈ അരുൾ നമ്മ വന്ന് മൂടിയാൽ? ഭഗവാന്റെ കൃപ അത് നമ്മ ഗ്രസിക്കുമ്പോഴാണല്ലോ ഭഗവത് ദർശനം ഉണ്ടാവുന്നത്. എന്തൊക്കെ സംഭവിക്കും എന്നാണ് പറയുന്നത്. പലതും ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എന്നാലേ അവിടെ പറയാത്ത പലതും ഈ പദ്യത്തിൽ പറയുന്നുമുണ്ട്. വേർക്കും വിയർക്കും. സാധാരണയിൽ നിന്ന് കവിഞ്ഞ് ശരീരത്തിൽ വേർപ്പുണ്ടാകും. ശരീര ഊഷ്മാവ് വർദ്ധിച്ചാൽ വേർപ്പുണ്ടായല്ലേ പറ്റൂ. നേരത്തെ പറഞ്ഞല്ലോ ശരീരോഷ്മാവ് വർദ്ധിക്കുന്നു. അതിന്റെ കാരണമായി അകാരണമായി പ്രത്യേകിച്ച് കഠിനാധ്വാനമൊന്നും ചെയ്യാതെ തന്നെ ശരീരത്തിൽ വിയർപ്പുണ്ടാകും. വേർക്കും വിഴി തതുമ്പും. കണ്ണ് നിറഞ്ഞൊഴുകും. അകാരണമായി കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ കുടുകുടാ പുറത്തേക്ക് വരും. മിഴികൾ നിറഞ്ഞൊഴുകും. ദുഃഖം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. അതിനെയാണ് നമ്മൾ ആനന്ദാശ്രു എന്ന് പറയുന്നത്. അമിതമായ സന്തോഷം വന്നാൽ നമ്മുടെ കണ്ണ് നിറയും. ദുഃഖത്തിലും കണ്ണുകൾ നിറയാറുണ്ട്. പക്ഷെ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഇവിടെ പറയുന്നത് ആനന്ദാശ്രുക്കളെ പറ്റിയാണ്. വിഴി തതുമ്പം പൊയ് അറിയിൻ. ഈ പ്രപഞ്ചം പൊയ്യാണ് എന്നറിയുമ്പോൾ, പ്രപഞ്ചം മിഥ്യയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, തിരിച്ചറിയുമ്പോൾ, അനുഭവത്തിലൂടെ സാക്ഷാത്കരിക്കുമ്പോൾ, മറ്റുള്ളതൊക്കെ നമ്മൾ ബുദ്ധിയിൽ കയറ്റി വെച്ചതാണ്, ബ്രഹ്മസത്യം ജഗൻ മിഥ്യ. ഇതല്ല, അത് അനുഭവത്തിൽ വരുമ്പോൾ. പൊയ് അറിയിൻ മെയ് വെതുമ്പി. മെയ് വെതുമ്പി എന്ന് പറഞ്ഞാൽ ശരീരോഷ്മാവ് വർദ്ധിച്ച്, ആ ആസ്പെക്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആർക്കും ആർത്ത് വിളിക്കും എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ കരയും. ആ കരച്ചിൽ ദുഃഖം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. ഈ പറഞ്ഞ പല ഭാവപ്രകടനങ്ങളും ശ്രീരാമകൃഷ്ണന് ഉണ്ടായിട്ടുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം എടുത്ത് വായിച്ചു നോക്കും. സ്വയം മറന്ന് ശരീരപ്രജ്ഞ നശിച്ച് നൃത്തം ചെയ്യും, പൊട്ടിക്കരയും, ഭ്രാന്തനെ പോലെ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും. അതുകൊണ്ടാണ് വട്ടൻ എന്ന് ആ പരിസരവാസികൾ വിളിച്ചത്. ഇതൊക്കെ സാധാരണ നമ്മൾ ഭ്രാന്തിന്റെ ലക്ഷണങ്ങളായിട്ടാണ് പറയുന്നത്. അകാരണമായി ചിരിക്കുക, അകാരണമായി കരയുക, ദേഹബോധമില്ലാതെ നടക്കുക, ശരീരത്തിൽ വസ്ത്രമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. നമുക്ക് നോർമൽ എന്ന് നമ്മൾ പറയുന്നത് വാസ്തവത്തിൽ അബ്നോർമൽ സ്റ്റേറ്റിനെയാണ്. നമ്മുടെ സ്വാഭാവികമായ സ്ഥിതിയെ നാം നോർമലായിട്ട് അംഗീകരിക്കുന്നില്ല. അസ്വാഭാവികമായി ഒരു കുട്ടി അത് കരയുന്നില്ല, ചിരിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നുമില്ല, മറ്റു കുട്ടികളോടൊപ്പം കളിക്കുന്നുമില്ല. ആഹാരം കൊടുത്താൽ കഴിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും, ഒന്നിലും താല്പര്യമില്ല. നമ്മളൊരു ഡോക്ടറെ അടുത്ത് വിളിച്ചോണ്ട് പോവാ കുട്ടിയെ, ആണല്ലോ, എന്തോ തകരാറുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ കുട്ടി ചിലപ്പോൾ ജ്ഞാനിയായിരിക്കും, ചിലപ്പോൾ മെന്റലി റിട്ടാർഡും ആവും. മാനസികമായി തകരാറ് സംഭവിച്ച കുട്ടിയും ഇങ്ങനെയൊക്കെ കാണപ്പെട്ടു എന്ന് വരാം. എന്തായാലും ഇവിടെ പറയുന്നത് ഉച്ചത്തിൽ കരയും എന്നാണ്. ആർക്കും വിറയ്ക്കും. വിറയ്ക്കും എന്ന് പറഞ്ഞാൽ വിറയ്ക്കും എന്നല്ല, മലയാളത്തിലെ വിറയ്ക്കും എന്നുള്ളതല്ല. വിറയ്ക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചേഷ്ടനാകും, ചലനങ്ങളൊക്കെ അസ്തമിച്ച് അങ്ങനെ ചുമ്മാ ഇരിക്കും, ഒരനക്കവും ഇല്ലാതെ ഇരിക്കും. അതാണ് വിറയ്ക്കും. അരുൾ ഉദിപ്പിൻ. ഇതൊക്കെ എപ്പോഴാ സംഭവിക്കുന്നത്? അരുൾ ഉദിക്കുമ്പോൾ, ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ഒരു ജീവന് കിട്ടുമ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. ഇനി വേറെന്ത് സംഭവിക്കും? ഈ പറഞ്ഞതൊക്കെ ബാഹ്യമായ ലക്ഷണങ്ങളാണ്, ശരീരത്തിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങളാണ്, മറ്റുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണങ്ങളാണ്. ഇനി ഉള്ളിലും ചില ലക്ഷണങ്ങൾ, ചില അനുഭവങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടും. അത് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാവില്ല, അത് ആ വ്യക്തിക്ക് മാത്രം അനുഭവപ്പെടും. അതെന്താണ് ആ ഉള്ളിൽ അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ? വാക്ക് മനം നിன்று.
വാക്കും മനസ്സും പ്രവർത്തനം നിർത്തും എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഹർത്താലോ സ്ട്രൈക്ക് പോലെ അങ്ങനെയുള്ള സ്ട്രൈക്കൊന്നുമല്ല, ഒടുങ്ങിപ്പോകും. ആരോടും ഒന്നും മിണ്ടാനില്ല. ഉള്ളിൽ ചിന്തകൾ വരാതെയാവും. വരുന്ന ചിന്തകളെ അടക്കി നിർത്തുകയില്ല, വരാതെയാവും. അതാണ് വാക്കും മനമും നിன்று. വാക്കും മനമും നിன்று പൂർണ്ണമായി, പൂർണ്ണ സത്യമായി. ആ ബോധമെന്ന് പറയുന്നത് പരിപൂർണമായ സത്യമാണ്, പൂർണ്ണതയാണ് അതിൻ്റെ സ്വഭാവം. ആ പൂർണ്ണത തനിക്ക് കൈവന്നവനായി പരിപൂർണനായി താൻ മാറി. നേയത്തെ കാർക്കതമായി കൻട്രി, നേയത്തെ കൻട്രി കാർക്കതമായി. നേയത്തെ എന്ന് പറഞ്ഞാൽ നേയത്തിൽ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നേയം എന്നുള്ളതാണ് നേയം എന്ന് പറയുന്നത്. അറിയപ്പെടേണ്ട വസ്തുവിൽ എന്താണ് അറിയപ്പെടേണ്ടത്? ആത്മാവ്. ആ വസ്തുവിൽ മനസ്സുരുകി അലിഞ്ഞ്, കൻട്രി എന്ന് പറഞ്ഞാൽ ഉരുകി അലിഞ്ഞ് ആ സത്യവുമായി ഏകീഭവിച്ച് കാർക്കതമായി. കാർ 4 വീലുള്ള സാധനമല്ല, മാരുതി സൈലോ ആ സാധനമല്ല. കാറ് എന്നുള്ളതിന് നമ്മൾ മഴക്കാറ് എന്ന് പറയാറില്ലേ, അത് മുകളിൽ വരുന്ന കാറാണ്. ഇവിടെ ഉള്ളതൊക്കെ റോഡിൽ കൂടെ ഓടുന്ന കാറാണ്. കാർ മേഘം എന്ന് പറഞ്ഞാൽ കറുത്ത മേഘം, അതിനെ തന്നെ നമ്മൾ ചുരുക്കി കാർ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് തമിഴാണ്. കാർക്കതമായി എന്ന് പറഞ്ഞാൽ ഉള്ളിലെ ആ ആനന്ദാതിരേകം കൊണ്ട് മത്തുപിടിച്ചവനായി ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ എങ്ങനെ ആകാശത്തിങ്ങനെ ഇരമ്പി വരുമോ, ഇരമ്പി വരിക എന്ന് പറഞ്ഞാൽ ശബ്ദം ഇടിയൊക്കെ കേൾക്കുമല്ലോ. ഇങ്ങനെ ഈ സത്യാനുഭവം ഒരാളിൽ പല തരത്തിലുള്ള പ്രകടനങ്ങളും കാഴ്ചവെക്കും. ശ്രീരാമകൃഷ്ണദേവൻ ഇതിനെക്കുറിച്ച് പറയുന്നതെന്നറിയാമോ? ഒരു ചെറിയ കുടിലിൻ്റെ അകത്ത് ഒരു വലിയ കൊമ്പനാന കയറിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു മനുഷ്യന് തന്നെ കഷ്ടിച്ച് കയറാനുള്ള സ്ഥലമേ ഉള്ളൂ ആ കുടില്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കൊമ്പനാന അങ്ങോട്ട് കയറിയാൽ എന്തായിരിക്കും സംഭവിക്കുക? എല്ലാം പൊളിഞ്ഞു വീഴും. ഇവിടെ ഒന്നും പൊളിഞ്ഞു വീഴുന്നില്ല. അത് പല രീതിയിലും ആ അനുഭവം കണ്ണീരായിട്ടും പൊട്ടിച്ചിരിയായിട്ടും കരച്ചിലായിട്ടും ശരീരോഷ്മാവ് വർദ്ധിക്കുന്നതിലൂടെയും ഇങ്ങനെ പലതരത്തിലും, ചിലപ്പോൾ നിശ്ചേഷ്ടനായും പ്രജ്ഞയറ്റവനെ പോലെയും ഒക്കെ ആയിത്തീരും. എന്ന് വെച്ചാൽ എല്ലാവരിലും ഇങ്ങനെ തന്നെ ഇത് പ്രകടമാകണം എന്ന് നിർബന്ധവുമില്ല. പുറമേ ഒരു ഭാവ വ്യത്യാസവും ഇല്ല. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ഇതുപോലുള്ള ഒരു ലക്ഷണങ്ങൾ ആരും കണ്ടതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നതിൽ വിരോധമില്ല. പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു എന്ന് മാത്രം. നേയത്തെ കാർക്കതമായി ആകാശത്ത് ഉരുണ്ടുകൂടുന്ന മഴമേഘത്തെ പോലെ പുളകിതമാം കാൺ. പുളകിതം രോമാഞ്ചം. ചിലപ്പോഴിത് രോമാഞ്ചമായിട്ടായിരിക്കും. ശരീരത്തിലുള്ള രോമങ്ങൾ മുഴുവൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. പുളകം കൊള്ളുക എന്ന് നമ്മൾ പറയാറില്ലേ? രോമാഞ്ചം. ഓരോ രോമവും സൂചി പോലെ ഇങ്ങനെ എണീറ്റ് നിൽക്കും. അതെന്താ? അങ്ങേയറ്റത്തെ സുഖാനുഭവം ഉണ്ടാകുമ്പോഴാണ്. പിന്നെ ഭയം ഉണ്ടാകുമ്പോഴും ഈ രോമങ്ങൾ ഇങ്ങനെ എണീറ്റ് നിൽക്കാറുണ്ട്. ഈ 2 വികാരങ്ങളിലാണ്. ഒന്നുകിൽ അങ്ങേയറ്റത്തെ സുഖം അല്ലെങ്കിൽ ഭയം. ഈ 2 വികാരങ്ങൾ മനസ്സിനുണ്ടാവുമ്പോൾ ശരീരത്തിൽ അത് രോമാഞ്ചമായിട്ടാണ് പ്രകടമാവുന്നത്. കാരണം ഈ മനസ്സും ശരീരവും തമ്മിൽ അത്ര ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒന്നിലുള്ള എന്തെങ്കിലും ഒരു മാറ്റം മറ്റേതിൽ പ്രതിഫലിക്കും. ഇതാണ് നിയമം. അപ്പോൾ മനസ്സും ശരീരവും 2 അല്ല. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള പ്രകടനങ്ങളൊക്കെ ഉണ്ടാകും. പുളകിതമാം കാൺ. അറിയൂ, നോക്കൂ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങളെ പോലുള്ളവർ അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളാണിത് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കൂടെ മനസ്സിലാക്കൂ. ചുമ്മാ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും മാത്രം വെച്ചോണ്ടിരിക്കില്ലേ? അന്ന് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒന്നും ഇല്ല. കാണുന്ന് പറഞ്ഞ യു സീ, നോക്കൂ, കണ്ണു തുറന്ന് നോക്കൂ, ശ്രദ്ധിക്കൂ, ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കൂ, ഉൾക്കൊള്ളൂ. ഇതൊക്കെ വെറും ഭ്രമമാണ്, ഭ്രമാനുഭവമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയരുത്. ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ജ്ഞാനികൾക്കുണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത്. അരുളവസ്ഥയിൽ നിൽക്കുന്ന സുഹൃതികളുടെ ലക്ഷണം വീണ്ടും എടുത്തു പറയുകയാണ് ഈ പദ്യത്തിൽ. കരുവികൾ എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ വെറും അസത്യമെന്ന് കാണുമ്പോൾ ശരീരത്തിൽ വിയർപ്പുണ്ടാകും. അസത്യമെന്ന് കാണുമ്പോഴല്ല, ആ പ്രാണന്റെ ഒരു അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു തലമാണ്. അത് ശരീരത്തിൽ പലതരത്തിലും അത് മാറ്റങ്ങൾ ഉണ്ടാക്കും, പലതരം അനുഭവങ്ങൾക്കും കാരണമായി തീരും.
നേത്രങ്ങളിൽ ബാഷ്പം നിറയും, ഉടലിൽ ഇളം ചൂട് തോന്നും, ശരീരം കമ്പിക്കും. അരുളിൽ തന്നെ മറ്റൊരു ചിന്തയും കൂടാതെ തുടർന്നു നിൽക്കുമ്പോൾ വാക്കും വിചാരവും അടങ്ങിപ്പോകും. പരിപൂർണമായ മഹാനന്ദത്തെ പ്രാപിക്കാൻ അതിസ്പൃഹയോടെ മേഘം ഗർജിക്കുന്നത് പോലെ ശബ്ദമുയർത്തുകയും അകം ചുട്ട് രോമാഞ്ജലി കൊള്ളുകയും ചെയ്യും. രോമാഞ്ജലി എന്നുള്ളത് ഒരു ശരിയായ പദപ്രയോഗമല്ല. രോമാഞ്ചം എന്നാണ് സാധാരണ നമ്മൾ പറയുന്നത്. അഞ്ജലി എന്ന് പറഞ്ഞാൽ കൂപ്പുകൈ എന്നാണ് അർത്ഥം. രോമാഞ്ചം എന്നുള്ള അർത്ഥത്തിലായിരിക്കും ആ വാക്ക് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അടുത്ത പദ്യം വായിക്കാം. ഇതൊക്കെ ശരീരത്തിലും മനസ്സിലും പ്രകടമാകുന്ന ഭാവമാറ്റങ്ങളാണ്. ഇനി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ, വീക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? സംഭവിക്കും. നേരത്തെ കണ്ടതുപോലെയൊക്കെ ആവില്ല അദ്ദേഹം ഇപ്പൊ കാര്യങ്ങളെ അല്ലെങ്കിൽ വിഷയങ്ങളെ കാണുന്നത്. എന്തായിരിക്കും വ്യത്യാസം? പേയ് പെണ്ണന്റിരുന്തും. ഞാൻ എന്തിനാണ് നോക്കിയതെന്ന് മനസ്സിലായല്ലോ. പേയ് പെണ്ണന്റിരുന്തും പിത്തളയ്ക്ക് പൊൻറോറ്റും മായത്തൂൺ ഉണ്ട്, മായത്തൂണുണ്ട് മനമാണ്ട് മയൽ പോയി തിടുക്കമേ പിത്തായി തെളിമയലാനാർ പോൽ നടക്കും അരുൺ മേലിട്ട നാൾ. ഇതിന്റെ അർത്ഥം പറയുമ്പോ പുറകിൽ നിന്ന് വേണം വരാൻ. അരുൾ മേലിട്ട നാൾ, ഭഗവാന്റെ അരുൾ സമൃദ്ധമായി നമ്മളിലേക്ക് ചൊരിയുമ്പോൾ, ഭഗവത് കൃപ നിർവിഘ്നം നമ്മളിലേക്ക് വർഷിക്കുമ്പോൾ, ആ ദിവസത്തിൽ ഈ പറഞ്ഞതൊക്കെ നടക്കുന്നു. അന്ന് മഴ പെയ്യുമോ, വെയിലിന് ചൂട് കൂടുതലാവുമോ, കൊടുങ്കാറ്റടിക്കുമോ? ഒന്നുമല്ല. അങ്ങനെ ബാഹ്യമായ പ്രകൃതിയിൽ ഒരു മാറ്റവും വരില്ല. ഈ അരുൾ വർഷം സാധകനിൽ വർഷിക്കുമ്പോൾ അതാണ് അരുൾ മേലിട്ട നാൾ, അതാണ് അരുൺ മേലിട്ട നാൾ എന്ന് സന്ധിയിൽ ചേരുന്നത്. മേലിടുക എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക. കൃപ, ഈശ്വരന്റെ കൃപ ഒരു ജീവനിൽ വർഷിക്കുന്ന ആ ദിവസം കുറെ കാര്യങ്ങൾ നടക്കും. വാൽനക്ഷത്രം ഉദിക്കുമോ, ധൂമകേതു ആകാശത്തിലൂടെ പാഞ്ഞു പോകുമോ? ഒന്നുമില്ല. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മുടെ വീക്ഷണം അടിമുടി മാറിപ്പോവും. നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതായിരിക്കില്ല പിന്നെ കാണുന്നത്. പേയ് പെണ്ണന്റിരുന്തും. ആ യൗവനകാലത്ത് സ്ത്രീ പുരുഷ ആകർഷണം അതിന്റെ പാരമ്യതയിലായിരിക്കും. പാരമ്യത, ഉച്ചകോടി, മൂർധന്യതയിലായിരിക്കും. അപ്പോഴെന്താ, പുരുഷനെ സ്ത്രീയല്ലാതെ വേറൊന്നും വേണ്ട എന്ന് തോന്നിപ്പോകും. സ്ത്രീക്ക് അതുപോലെ തിരിച്ചു. ഇതല്ലേ ജീവിതം, ഇതിനല്ലേ ഞാൻ ജനിച്ചത് എന്നൊക്കെ തോന്നിപ്പോവും. ജീവിത ലക്ഷ്യം നിറവേറിയത് പോലെയൊക്കെ തോന്നിപ്പോവും. ആ കാഴ്ചപ്പാടൊക്കെ മാറും. ഇപ്പോ സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം എന്താണ് എന്ന് ചോദിച്ചാൽ, പേയ് പെണ്ണന്റിരുന്തും, സ്ത്രീകളെ കണ്ടാൽ പിശാചുക്കളെ പോലെ ഭയന്നോടുന്നു അദ്ദേഹം. സ്ത്രീകൾ ഇത് കേട്ടിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ത്രീക്കും അപ്പൊ പുരുഷനെ കണ്ട പിശാചു പോലെ തോന്നും. അപ്പോ വിഷമമൊക്കെ മാറിയല്ലോ. ഒരാളെ മാത്രം പറഞ്ഞു എന്നുള്ള പരാതി തീർന്നല്ലോ. എന്താ, തന്നെ ഏതാണോ ഭരിച്ചിരുന്നത്, കേറി പിടിച്ചിരുന്നത്, ബാധിച്ചിരുന്നത്, അതങ്ങ് പോയി ഉള്ളിൽ. താൻ തന്റെ മനസ്സിനെ ഏതിനു വേണ്ടി സമർപ്പിച്ചിരുന്നോ അതിനെ കണ്ട് അയാൾ ഇപ്പോ ഭയം നോടുന്നു. പെണ്ണൈ പേയന്റിരുന്തും. തമിഴില് 3 ആശയാണ്: പെണ്ണാശൈ, മണ്ണാശൈ, പൊന്നാശൈ. സ്ത്രീകളോടുള്ള അമിതമായ കമ്പം, ഭൂമി, നിലം, പുരയിടം, റിയൽ എസ്റ്റേറ്റ്, സ്ഥാവര സ്വത്തുക്കൾ, ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടണം. അതാണ് ഭൂമിയിലുള്ള ആഗ്രഹം. മണ്ണാശൈ. പൊന്നാശൈ, സ്വർണത്തോട് അല്ലെങ്കിൽ ധനത്തോടുള്ള കൊതി. ഈ 3 ആഗ്രഹങ്ങളാണ് മനുഷ്യ മനസ്സിനെ മഥിക്കുന്നത്. ഈ 3 എണ്ണത്തിൽ ഏതിലെങ്കിലും ഒക്കെ ചെന്ന് പെടാത്തവരാരുമില്ല. ഉറപ്പിക്കാം. ഏത് കെങ്കേമനായാലും ശരി, അമേരിക്കൻ പ്രസിഡന്റോ അതിന്റെ അപ്പുറത്തുള്ള പ്രസിഡന്റ് ആയാലും ശരി. അമേരിക്കൻ പ്രസിഡന്റിന്റെ ചരിത്രമൊക്കെ നമ്മൾ വായിച്ചതാണ്. ക്ലിന്റൺ എത്ര ഗംഭീരൻ, എത്ര ജനങ്ങളുടെ പിന്തുണ നേടിയാലാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവുക. അയാൾക്ക് ഈ ചെയ്തു കൂട്ടേണ്ടതിന്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നോ? ഒക്കെ പോയില്ലേ. ഇതാണ് പറയുന്നത്. നമ്മൾ ഏത് പദവിയിലെത്തിയാലും, എത്ര ഉന്നതമായ നിലയിലെത്തിയാലും, മനുഷ്യ മനസ്സ് പതിച്ചു പോകാൻ, വിഷയങ്ങളിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ടെന്നല്ല, സർവ്വസാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനൊക്കെ ഒരു മാറ്റം സംഭവിച്ചു.
പേയൈ പെണ്ണെന്റിരുന്നും, ശരിക്കും അതിന്റെ അർത്ഥം പിശാചിനെ സ്ത്രീയാണ് എന്ന് വിചാരിക്കുന്നു എന്നാണ്. ശരിക്കും സ്ത്രീയെ പിശാച് എന്ന് വിചാരിക്കുന്നു എന്നാണ്. പിശാചിനെ കണ്ട ഒരാളെന്താ ഭയന്നോടും, താൻ ഇനിയും ഇതിന്റെ ചിരിക്കുന്നവിടെ താൻ ഇനിയും ഇതിന്റെ അടിമയാവരുത്, സ്ത്രീ മോഹത്തിൽ പെട്ട് കഴിയരുത് എന്ന് വിചാരിച്ച് അതിൽ നിന്ന് അകന്നു നിൽക്കാൻ അല്ലെങ്കിൽ ഓടി ഒളിക്കാനുള്ള ഒരു ശ്രമം. കണ്ട ഇപ്പൊ ഒരു ആകർഷണീയതയൊന്നുമില്ല, സുന്ദരിമാരെ കണ്ടാൽ ആകർഷണീയതയൊന്നുമില്ല, മറിച്ച് ഇത് വേണ്ട, ഇത് നമ്മെ അധപ്പതിപ്പിക്കും എന്നുള്ള ഭാവത്തോടുകൂടെ അതിൽ നിന്നൊക്കെ ഉയരുകയാണ് ചെയ്യുന്നത്. വെറുക്കുകയല്ല, നമ്മൾ ബുദ്ധിപരമായി അല്ലെങ്കിൽ മാനസികമായി ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോഴിതൊക്കെ നിസ്സാരമായി പോകും. പേയൈ പെണ്ണെന്റിരുന്നും പിത്തളയ്ക്ക് പൊൻറോറ്റും. പിത്തള എന്ന് പറഞ്ഞാൽ പിച്ചള. മലയാളികൾ പിച്ചള എന്നല്ലേ പറയും, പിച്ചള പാത്രം, ചെമ്പ് പാത്രം, അങ്ങനെയല്ലേ പറയുന്നത്. പിത്തളയ്ക്ക് പൊൻറോറ്റും. പൊന്നെന്ന് പറഞ്ഞാൽ സ്വർണം. ഇപ്പോഴെന്താ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടെന്ന് ചോദിച്ചാൽ, സ്വർണം പിച്ചളയേക്കാൾ വില കുറഞ്ഞ ലോഹമായി തോന്നും. അത് എപ്പോഴെങ്കിലും സംഭവിക്കുമോ? സ്വർണത്തിനല്ലേ വില കൂടുതൽ, അതല്ലേ കോസ്റ്റ്ലി ആയിട്ടുള്ളത്. ഇപ്പോഴെന്താ ആ സ്വർണം ഉയർന്നത്, പിച്ചള മോശം, ആ ഭേദചിന്തയൊക്കെ പോയി. പിച്ചള വളരെ വിശേഷപ്പെട്ടായി, സ്വർണത്തെക്കാളും മഹത്വമുള്ളതായി തീർന്നു. പിത്തളയ്ക്ക് പൊൻറോറ്റും എന്ന് പറഞ്ഞാൽ പൊൻ തോറ്റും. പൊന്ന് പിച്ചളയുടെ മുമ്പിൽ തോറ്റുപോകുന്നു. അങ്ങനെ ഒരു ഘട്ടം വരുന്നു എന്നാണ്. സ്വർണത്തെക്കാളും പ്രാധാന്യം പിച്ചളയ്ക്ക് കൈവരുന്നു. കാഴ്ചപ്പാട് മാറിപ്പോയി. സ്വർണ്ണ നാണയങ്ങളെക്കാളും വളരെ ഉയർന്നതായി തോന്നുന്നു കരിങ്കല്ലുകൾ, മണൽത്തരികൾ. പട്ടിന്റെ ലക്ഷണമല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ ഭ്രാന്തന്മാരാണ്, ഒക്കെ ഈശ്വരനിൽ ഭ്രാന്ത് മൂത്തവരാണ്. അവർക്ക് സാധാരണക്കാർ വിലമതിക്കുന്നതിൽ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സാധാരണക്കാർ നിസ്സാരം എന്ന് കരുതുന്നതിനെ അവർ ചിലപ്പോ എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു എന്നിരിക്കും. കാരണം അതുകൊണ്ട് അവർ തൃപ്തരാണ്. എച്ചിലല്ല തിന്നുവോ ഒരു ജ്ഞാനി, തിന്നാൽ എന്താ വിരോധം, എന്താ കുഴപ്പം? ശുദ്ധമായ ഭക്ഷണം, ആഹാരശുദ്ധി ഒക്കെ വേണം എന്നാണല്ലോ. അതെ, ആഹാരശുദ്ധി വേണം. ആ ആഹാരശുദ്ധിയിലൂടെ ചിത്തശുദ്ധി കൈവന്ന് ആ ചിത്തശുദ്ധിയിലൂടെ അതിശുദ്ധമായ പരമാത്മാവിനെ സാക്ഷാത്കരിച്ചവന് എല്ലാം മംഗളം, എല്ലാം ശുദ്ധിയെ ജനിപ്പിക്കുന്നതാണ്, ശുദ്ധി ഉണ്ടാക്കി തീർക്കുന്നതാണ്. പല മഹാത്മാക്കളും റോഡിലെ എച്ചിലൊക്കെ തിന്നാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ചിലര് ഭിക്ഷയെടുക്കും. അതിനും എന്തിനാ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്നൊരു തോന്നൽ വന്നാലോ. നമ്മളൊരു വീട്ടിന്റെ മുമ്പിൽ ചെന്ന് അല്ലെങ്കിൽ ആരുടെത്തെങ്കിലും ഇങ്ങനെ കൈ നീട്ടുമ്പോ ഇയാള് വന്ന് ഇങ്ങനെ കൈ നീട്ടുന്നല്ലോ എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കില്ലേ? അപ്പൊ അയാൾക്കൊരു വിഷമത്തോടു കൂടിയായിരിക്കും അയാളെ കൊടുക്കുക. എന്തിനാ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? എല്ലാവരും കഴിച്ചിട്ട് ബാക്കി വരുന്നതൊക്കെ റോട്ടിൽ കൊണ്ട് കളയുമല്ലോ. പട്ടികളും കാക്കയും മറ്റുമൊക്കെ തിന്നുമല്ലോ. ഞാൻ അത് കഴിച്ചോളാം, അസുഖം വരില്ലേ, ജേംസ് ഇൻഫെക്ഷൻ വരില്ലേ? ഒന്നും വരില്ല. അപ്പൊ ഈ മെഡിക്കൽ സയൻസ് ഒക്കെ ഇതിനൊക്കെ എന്ത് മറുപടി പറയും? ഇപ്പൊ ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ ഉടനെ സ്പെഷ്യലിസ്റ്റ് ആണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി ജനറൽ മെഡിസിൻ എന്ന് പോരാ, പൾമനോളജിസ്റ്റ്, മറ്റേ ലങ്സിന്റെ സ്പെഷ്യൽ. ഒരു തുമ്മി അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ചില പൊടിയോ പുകയോ എന്തെങ്കിലുമൊക്കെ അകത്ത് പോയി കാണും. തുമ്മിക്കഴിഞ്ഞ ആൾക്കാരുടെ ഭയം വേറെന്തോ ആയിരിക്കും, മഹാവ്യാധിയുടെ തുടക്കമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ്. ജ്ഞാനിക്ക് ദേഹബോധമേ ഇല്ല. ഒരു പരിധിവരെ നമുക്കുണ്ടാകുന്ന പല രോഗങ്ങൾക്കും കാരണം മനസ്സാണ് കാരണം. ജ്ഞാനിക്ക് മനസ്സേ ഇല്ല. അപ്പോൾ സാധാരണ പ്രകൃതി നിയമങ്ങളൊന്നും ഒരു അവധൂതനോ ജ്ഞാനിക്കോ ബാധകമല്ല. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. പിത്തളയ്ക്ക് പൊൻറോറ്റും. സ്വർണം പിച്ചളയേക്കാൾ വില കുറഞ്ഞ ലോഹമായി തോന്നും. പിച്ചളയോട് സ്വർണം തോറ്റതായി തോന്നും. പിച്ചളയോട് സ്വർണം എങ്ങനെയാ തോൽക്കുക? സ്വർണത്തെക്കാളും മഹത്വം പിച്ചളയ്ക്ക് വരുമ്പോ അപ്പോഴല്ലേ തോൽക്കുക. അങ്ങനെയൊക്കെ തോന്നും. നമ്മുടെ കാഴ്ചപ്പാടാകെ മാറി മറിഞ്ഞു പോകും. മായത്തൂണുണ്ട്. മായത്തൂൺ ഉണ്ടും, ഉണ്ട് എന്നാണ്. മായത്ത് ഊണെന്ന് പറഞ്ഞാൽ ചോറ് അല്ലെങ്കിൽ അന്നം, ഊണെന്നർത്ഥം. മായത്ത് ഊണ് എന്ന് പറഞ്ഞാൽ മായക്കകത്തുള്ള ഭക്ഷണം. അതെന്താണ് ഈ മായക്കകത്തുള്ള ഭക്ഷണം? നമ്മളിപ്പോൾ കഴിക്കുന്നത് തന്നെ. നമ്മൾ ഈ ജാഗ്രത അവസ്ഥയിൽ വിശക്കുമ്പോഴേ ഹോട്ടലിലോ തട്ടുകടയിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ കഴിക്കുന്നില്ലേ? ഇതാണ് മായക്കകത്തുള്ള ഭക്ഷണം കഴിക്കൽ. പക്ഷേ നമ്മെ സംബന്ധിച്ച് ഇത് മായയാണെന്ന് നമുക്ക് ബോധ്യമില്ല, ഉറപ്പില്ല. അതുകൊണ്ടെന്താ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും വേണം, എന്തെങ്കിലും അല്ല,
ചില പ്രത്യേക സാധനങ്ങൾ തന്നെ വേണം. എന്തെങ്കിലും കഴിച്ചാലൊന്നും പോരാ. ഇവിടെ ജ്ഞാനി എന്താ ചെയ്യുന്നത്? മായാമയമായ ആഹാരം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ വിശപ്പും ആ വിശപ്പിനെ പ്രതിവിധിയായി താൻ കഴിക്കുന്ന ആഹാരവും ഒരുപോലെ അസത്യം. നമ്മൾ മനുഷ്യ മനസ്സിന് മതില് കെട്ടാൻ നോക്കരുത്. മനുഷ്യ മനസ്സ് ഇതുവരെ പോവൂ, ഇതിനപ്പുറം മനുഷ്യ മനസ്സിന് പ്രവേശമില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. ബ്രഹ്മം അനന്തമാണെങ്കിൽ ബ്രഹ്മശക്തിയായ മനസ്സും അതുപോലെ അനന്തമാണ്. അതുകൊണ്ട് ഈ ബുദ്ധിക്കൊന്നും വേലി കെട്ടാൻ നോക്കരുത്. മനുഷ്യന്റെ ബുദ്ധി ആകാശത്തിന്റെ അതിരുകളും കഴിഞ്ഞ് പറക്കും. അതിന് പരിധി നിശ്ചയിക്കരുത് എന്ന്. മായാമയമായ ആഹാരം കഴിച്ചും. അപ്പോ മൂന്നാശയായി. ആദ്യം പറഞ്ഞത് സ്ത്രീയെ പിശാച് എന്ന് കണ്ട് ഓടി ഒളിക്കുന്നത് പെണ്ണാശയെ ജയിച്ചു എന്നതിന്റെ തെളിവ്. പിച്ചളയ്ക്ക് സ്വർണത്തെക്കാൾ വിലയുണ്ട്, അല്ലെങ്കിൽ അത് മഹത്തരമാണ് എന്ന് വിചാരിക്കുന്നത് പൊന്നാശയെ ജയിച്ചതിന്റെ തെളിവാണ്. മായാമയമായ ആഹാരം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരീരത്തെ നിലനിർത്താനാണല്ലോ ആഹാരം കഴിക്കുന്നത്. ആ ശരീരം അന്നമയ കോശമാണ്. ആ അന്നം മണ്ണിൽ നിന്ന് വന്നതാണ്. അങ്ങനെ മണ്ണാശയെയും ജയിച്ചിരിക്കുന്നു. ഈ പ്രധാനപ്പെട്ട 3 ആശകളെ ജ്ഞാനി തരണം ചെയ്തിരിക്കുന്നു. മായത്തൂണുണ്ട് മനമാണ്ട്, മനം മാണ്ട്, മനസ്സ് മരിച്ച്. മാളുക, മാണ്ടു പോനാൻ എന്നൊക്കെ പറഞ്ഞാൽ മരിച്ചുപോയി എന്നാണ്. മനം മാണ്ട്, ചിത്തം നശിച്ച്, മനസ്സ് നശിച്ച്. മനസ്സെപ്പോഴാണ് നശിക്കുക? ചിത്തവൃത്തികളൊക്കെ ഉപശമിക്കുമ്പോഴാണ് മനസ്സ് നശിക്കുക. ഉപശമിച്ചാലും പിന്നീട് പൊന്തി വരും. നമുക്കൊക്കെ ദിവസേന ഉറക്കത്തിൽ മനസ്സ് നശിക്കുന്നുണ്ട്. പക്ഷെ അത് ആത്യന്തികമായ ചിത്തനാശമല്ല. എന്തുകൊണ്ട്? അടുത്ത ദിവസം വീണ്ടും വൃത്തികളുടെ രൂപത്തിൽ, ചിന്തകളുടെ രൂപത്തിൽ ആ മനസ്സ് പ്രകടമാകുന്നു. ഇവിടെയുള്ള ചിത്തനാശം ആത്യന്തികമായ ചിത്തനാശമാണ് എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും അത് ചിന്തകളായി ഉയരില്ല. എന്നേക്കുമായി മരിച്ച മനസ്സ്. അതാണ് മനം മാണ്ട്. മയൽ പോയി. മയൽ എന്ന് പറഞ്ഞാൽ മയക്കം, മോഹം, തെറ്റിദ്ധാരണ, മിഥ്യാധാരണ. ഒന്നിനെ വേണ്ടവണ്ണം അറിയാതെ അതിൽ മനസ്സ് കുടുങ്ങിപ്പോവുക. അതിനെയാണ് മയൽ എന്ന് പറയുന്നത്. മയക്കം, മോഹം എന്നർത്ഥം. മയൽ പോയി, മയക്കം തെളിഞ്ഞ്, മയക്കം അകന്ന്, ആ ഉറക്കച്ചടവൊക്കെ മാറി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലർക്ക് അങ്ങനെ പെട്ടെന്ന് എണീക്കാൻ പറ്റില്ല. കുറച്ചു നേരം ആ ഉണർന്നതിന് ശേഷം കുറേ നേരം അവർ കിടക്കയിൽ. ആ ഉറക്കച്ചടവൊക്കെ ഒന്ന് മാറി പൂർണ്ണമായി ജാഗ്രതയിലേക്ക് വന്നതിന് ശേഷമേ അവർ എഴുന്നേറ്റ് അവരുടെ പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാറുള്ളൂ. ചിലരങ്ങനെയല്ല, ഉറങ്ങിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് കണ്ണു തുറക്കും, യന്ത്രമനുഷ്യനെ പോലെ. എന്നിട്ട് എണീറ്റ് ഒരൊറ്റ പാച്ചിലാണ്. ഓരോ തരമാണ് മനുഷ്യന്റെ സ്വഭാവം, പലതരമാണ്. ചിലരങ്ങനെ കിടക്കും. ഉണർന്നിട്ടും കണ്ണടച്ചുകൊണ്ട് ആ ഉറക്കത്തിന്റെ ഹാങ് ഓവർ നമ്മൾ വേറൊരു കാര്യത്തിനാണ് പറയുന്നത്. എന്നാലും ഈ ഉറക്കത്തിനും ഹാങ് ഓവർ ഉണ്ട്. ആ കുറേ നേരം ആ സുഷുപ്തിയുടെ സുഖം കുറച്ച് ബാക്കി നിൽക്കും. അതും കൂടെ പൂർണ്ണമായി ആസ്വദിച്ചിട്ട് ആ കർമ്മ രംഗത്തേക്ക് ഇറങ്ങിപ്പോകണം എന്ന് മനസ്സിൽ നിന്ന് ശക്തമായ ഒരു പ്രേരണ ഉണ്ടാകുമ്പോൾ പുതപ്പൊക്കെ മാറ്റിയിട്ട് എണീറ്റ് അവരവരുടെ കാര്യങ്ങൾ നോക്കും. പലതരമാണ്. മയൽ പോയി അത്തിടുക്കമേ പിത്തായി. മയൽ പോയ തിടുക്കമേ പിത്തായി എന്നാണ്. മയൽ പോയി അത്തിടുക്കമേ പിത്തായി എന്ന് പറഞ്ഞാൽ എന്താ? തിടുക്കം എന്നുള്ളതിന് ഭയം എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. ധൃതി എന്ന അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ബിസി, എനിക്ക് ഉടനെ പോകണം, പെട്ടെന്ന് പോകണം എന്നൊക്കെ നമ്മൾ അയാൾ ധൃതി കൂട്ടുന്നു എന്ന് പറയാറില്ലേ? വാസ്തവത്തിൽ ഈ ധൃതി എന്നുള്ള വാക്കും നമ്മൾ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. സംസ്കൃതത്തിൽ ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നാണ് അർത്ഥം. ധൃതി, ധാരണാശക്തി എന്നൊക്കെയാണ് അർത്ഥം. പക്ഷെ മലയാളത്തിൽ എങ്ങനെയോ വന്ന് അയാൾ ധൃതിപ്പെടുത്തുന്നു, തിരക്ക് കൂട്ടുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ധൃതി എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ തിടുക്കമേ എന്ന് പറഞ്ഞാൽ ഭയം. ഏത് ഭയം? ആ തിടുക്കമേ പിത്തായി. പിത്ത് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. ഈ ജ്ഞാനി നേരത്തെ പറഞ്ഞ മണ്ണാശ, പൊന്നാശ, പെണ്ണാശ, ഈ 3 ആഗ്രഹങ്ങളിൽ നിന്നും മുക്തനായി മാറുമ്പോ ജനങ്ങൾ ചാർത്തിക്കൊടുക്കുന്ന ഒരു പേരുണ്ട്, ഭ്രാന്തൻ. യഥാർത്ഥത്തിൽ ഈ 3 ആശകളാണ് ഭ്രാന്ത്. അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട് പുറത്തു വരുമ്പോ ആളുകൾ എന്ന് പറഞ്ഞാൽ മറ്റ് ഭ്രാന്തന്മാർ ഇവന് കൊടുക്കുന്ന പേരാണ് ഭ്രാന്തൻ. ആർക്ക്? ജ്ഞാനിക്ക് കൊടുക്കുന്ന പേര് പിത്തൻ. പിത്തൻ എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? പരമേശ്വരനാണ്. പിത്ത പിറൈശൂടി, ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നത്. പിറ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ, നമ്മൾ പറയാറില്ല, റംസാൻ പിറ കാണുന്നു എന്നൊക്കെ പറയാറില്ലേ?
പിറൈ എന്ന് പറയുന്നത് നല്ല തമിഴാണ്, ചന്ദ്രക്കല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പിറൈ ചൂടി എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കല ധരിക്കുന്ന ആ പരമേശ്വരനാണ് പിത്തൻ, ഏറ്റവും വലിയ ഭ്രാന്തൻ. ഭഗവാനെ തന്നെ നമ്മൾ ഭ്രാന്തൻ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഈ ജ്ഞാനികളെ നമ്മൾ വിടുവോ? വാസ്തവത്തിൽ ഭ്രാന്ത് തെളിഞ്ഞവനാണ് അവൻ. നേരത്തെ പറഞ്ഞ ആ 3 ആഗ്രഹങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്. പോയി ആ തിടുക്കമേ പിത്തായി നടക്കും എന്നുള്ളത് അവസാനത്തെ വരിയിലാണ് കിടക്കുന്നത്. അതായത് ഈ 3 തരം ഭ്രാന്തും പോയി വേറൊരു പുതിയ ഭ്രാന്ത് അയാളെ പിടികൂടുന്നു. അതാണ് ഈശ്വര ഭ്രാന്ത്. ഈശ്വരനിൽ സത്യത്തിലുള്ള ഒരു ഭ്രാന്ത്, അതല്ലാതെ വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി എനിക്ക്. അങ്ങനെ ഒരു ഭ്രാന്ത്, അത് വാസ്തവത്തിൽ ഭ്രാന്തല്ല, ഭ്രാന്ത് തെളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. എന്നാലും മറ്റുള്ളവർ അതിനെ ഭ്രാന്തായി പരിഗണിക്കും എന്ന് പറയുന്നത് കൊണ്ട് അതിനെയും ഭ്രാന്ത് എന്ന് ഇവിടെ പറഞ്ഞു. തിടുക്കമേ പിത്തായി, ഈ ഭയം, ഏത് ഭയം? മൺ, പെൺ, പൊൻ, ഈ 3ഉം ഇപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഭയം ജനിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ്. അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് താൻ രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊന്നും തനിക്കിനി ആവശ്യമില്ല എന്നൊരു ഭാവത്തോടുകൂടെ ഒരുതരം ഈശ്വര ഭ്രാന്തിൽ പെട്ട് ആ ജ്ഞാനിയുടെ മനസ്സിന്റെ നൈർമല്യതയുണ്ടല്ലോ, അതിനെ അജ്ഞാനികൾ ഭ്രാന്ത് അല്ലെങ്കിൽ ഭ്രമം, അയാൾക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുക. തിടുക്കമേ പിത്തായി തെളിമയലാനാർ പോൽ. തെളിമയൽ, മയൽ എന്ന് പറഞ്ഞാൽ ഭ്രമം, മയക്കം, തെറ്റിദ്ധാരണ. ഇവന്റെ തെളിവ് എന്ന് പറഞ്ഞാൽ തെളിച്ചം, ബുദ്ധിക്ക് ഒരു തെളിച്ചം, ഒരു പ്രകാശം ബുദ്ധിയിൽ നിറയുമ്പോഴാണ് ഈ ജ്ഞാനം കിട്ടുന്നത്. ആ തെളിച്ചത്തെ സാധാരണ ലൗകികർ ഭ്രമം എന്ന് കാണുന്നു. അയാൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. ഇങ്ങനെ 4 പേരെ കൊണ്ട് പറയിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് ഈ ജ്ഞാനമൊന്നും വേണ്ട, ഈ ലോകം ഭ്രാന്തൻ എന്ന് നമുക്കൊരു സ്ഥാനപ്പേര് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹം. ആസ്ഥാനം ഭ്രാന്തൻ. കാരണം ആരും അടുത്ത് കൂടില്ല. ഭ്രാന്തന്റെ അടുത്ത് നിന്ന് കക്കാൻ കള്ളന്മാർ വല്ലതും വരുമോ? കടം ചോദിക്കാൻ ആരെങ്കിലും വരുമോ? എല്ലാവരും കണ്ട് ഭയപ്പെട്ട് അകന്നു പോകും. കാരണം പോലെ കല്ലോ മണ്ണോ പറക്കി എറിഞ്ഞാലോ എന്ന് ഭയന്നോടും. അപ്പൊ നമുക്ക് എപ്പോഴും ഏകാന്തത അനുഭവിക്കാൻ ഈ ഭ്രാന്ത് എന്നുള്ള സ്ഥാനപ്പേര്, അല്ലെങ്കിൽ ഭ്രാന്തൻ എന്നുള്ള സ്ഥാനപ്പേര് വലിയ അനുഗ്രഹമാണ്. നമ്മൾ വിജന പ്രദേശം തേടി പോണ്ട, നമ്മൾ പോകുന്ന സ്ഥലത്ത് നിന്ന് ആൾക്കാര് ഒഴിഞ്ഞു പോയിക്കൊള്ളും. ഇതാണ് ഈ ഈശ്വര ഭ്രാന്ത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു വലിയ ലാഭം. തെളിമയലാനാർ പോൽ, ഈ ജ്ഞാനിയുടെ ഉൾതെളിച്ചം മറ്റുള്ളവർ അതിനെ ഭ്രാന്തായി മുദ്രകുത്തും. സാരമില്ല, അവരെന്തോ വിചാരിച്ചോട്ടെ, നമുക്ക് ഉള്ളിൽ പരമാനന്ദം അനുഭവിച്ചാൽ പോലെ. ഇനിയിപ്പോ മറ്റുള്ളവർ നിങ്ങൾ ജ്ഞാനികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഭ്രാന്ത് മാറാനും പോകുന്നില്ല, പോവും, അതങ്ങനെ പോവും. അപ്പൊ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന്, അന്യന്റെ അഭിപ്രായത്തിന് നമ്മൾ വില കൽപ്പിക്കണ്ട. ഇത് ഈ ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പേ തന്നെ അങ്ങനെയൊക്കെ ഇരുന്നാൽ മതി. കുറെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ചെയ്താൽ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും, വേറെ ഏതെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടും. നമ്മൾ ചെയ്യുന്നത് ധാർമ്മികമാണോ, ഇത് മാത്രം നോക്കിയാൽ മതി. വേദവിധി പ്രകാരമാണോ, ധർമ്മശാസ്ത്രങ്ങൾ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത്? ഇനി ബാക്കിയുള്ളവർ എന്ത് വിചാരിച്ചാൽ നമുക്കെന്താ? അവരുടെ അഭിപ്രായത്തിന് നമ്മൾ എന്തിന് പ്രാധാന്യം കൽപ്പിക്കണം? അതുകൊണ്ട് ഒരു പരിധിവരെ ആവാം അന്യരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കാര്യം. പക്ഷെ ഒരു പരിധി വിട്ട് അത് പാടില്ല. നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് വേണം, ഉള്ളിലൊരു വ്യക്തത വേണം. എന്ത് ചെയ്യുമ്പോഴും ആ ചെയ്യുന്നതിനെ കുറിച്ച് താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്, ഇത് ആർക്കൊക്കെ നന്മ ചെയ്യും, ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുമോ, ഇങ്ങനെ പല കാര്യങ്ങളും പല വശങ്ങളും ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. അയാൾക്കും ദോഷം വരില്ല, ലോകത്തിനും ദോഷം വരില്ല. തെളിമയലാനാർ പോൽ നടക്കും. ആ നടക്കും എവിടെയാണ് കൊണ്ട് ഘടിപ്പിക്കേണ്ടത്? പിത്തായി നടക്കും. അവിടെയാണ് കൊണ്ട് ആ നടക്കും കൊണ്ട് ചേർക്കേണ്ടത്. തിടുക്കമേ പിത്തായി എന്ന് പറഞ്ഞല്ലോ. തിടുക്കമേ പിത്തായി നടക്കും. ഈ നടക്കും എന്നുള്ളത് പിത്തായി എന്നുള്ളതിന്റെ കൂടെ ചേർക്കണം. എന്താ? ഭ്രാന്തനെ പോലെ അദ്ദേഹം നടക്കും.
മറ്റുള്ളവർ ഇദ്ദേഹത്തെ ഒരു ഭ്രാന്തൻ എന്ന പോലെ കാണും. പക്ഷേ അവർ ഉള്ളിൽ തെളിച്ചം നേടിയവരാണ്, വ്യക്തത നേടിയവരാണ്. ഇതൊക്കെ എന്നാ സംഭവിക്കുന്നത്? ആ സുദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ സുദിനം എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് വലിയ അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ്. അരുൾ മേലിട്ട നാൾ, പരമമായ ഈശ്വര കൃപ നമുക്ക് ലഭിക്കുന്ന ആ ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ആ സുദിനത്തിനു വേണ്ടി നമുക്ക് ആഗ്രഹത്തോടെ ആശയോടെ കാത്തിരിക്കാം എന്ന് നമ്മളെ ഭ്രാന്തനെന്ന് ലോകം മുദ്ര കുത്തുന്ന ആ ദിവസം. അതിന്റെ മലയാളം വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. അതിപക്വനായ ഒരു സുഹൃതിയിൽ അരുൾ പ്രകാശം നിറയുമ്പോൾ അവൻ സ്ത്രീയെ ഒരു മരപ്പാവയെ പോലെ കാണുകയുള്ളൂ. സ്ത്രീ പുരുഷനെയും തിരിച്ചു. എതിർലിംഗത്തോടുള്ള ആകർഷണം അതൊക്കെ പമ്പ കടക്കും. പൊന്നിനേക്കാൾ പിത്തള അവന് മേന്മയായി തോന്നും. രുചികരമായ ഭക്ഷ്യങ്ങളിൽ വെറുപ്പുണ്ടായി താണതരം ഭക്ഷ്യങ്ങളെ രുചികരമായി ആസ്വദിക്കും. പട്ടണത്താരുടെ ഒരു കഥ പറയും, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പട്ടണത്ത് പിള്ളയാർ പെട്ടെന്ന് വൈരാഗ്യം വന്ന് എല്ലാം, കോടീശ്വരനായിരുന്നു, എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരു ഏതോ ഒരു മഹാത്മാവ് അദ്ദേഹം ചോദിച്ചു, എന്നാണ് എനിക്ക് ജ്ഞാനം കിട്ടുക എന്ന് ചോദിച്ചു. അപ്പോ ആ ആചാര്യൻ പറഞ്ഞു, തമിഴ്നാട്ടിൽ ഒരു കരിമ്പുണ്ട്, മുഴുവൻ ഭയങ്കര ഉപ്പുരസമുള്ള കരിമ്പാണ്, മധുരമുള്ള കരിമ്പല്ല. അതിനവർ പറയുന്ന പേര് പേയ്ക്കരിമ്പ് എന്ന്. പേയ് എന്ന് പറഞ്ഞാൽ ഭൂതം, പ്രേതം, പിശാചം എന്നൊക്കെയാണ് അർത്ഥം. പേയ്ക്കരിമ്പ് എന്ന് പറഞ്ഞാൽ ഉപ്പുരസമുള്ള കരിമ്പ്, മധുരമൊന്നും ഉണ്ടാവില്ല. വണ്ണം കുറവായിരിക്കും അതിന്. മറ്റേ നീലക്കരിമ്പല്ല, നീലക്കരിമ്പാണെങ്കിൽ നല്ല മധുരമായിരിക്കും. അതൊക്കെയാണ് ഇവിടെ മറ്റേ പൊങ്കലിനുമൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആചാര്യൻ പറഞ്ഞു, എന്ന് നിനക്ക് പേയ്ക്കരിമ്പ് സ്വാദിഷ്ടമായി മധുരം നൽകുന്ന മധുരരസമായി തോന്നുന്നുവോ, അന്ന് നിനക്ക് ജ്ഞാനം കിട്ടും. അന്ന് മുതൽ ഇദ്ദേഹം ദിവസേന ഓരോ പേയ്ക്കരിമ്പെടുത്ത് ഇങ്ങനെ കടിച്ചു നോക്കും. കടിക്കുമ്പോ ഭയങ്കര ഉപ്പുരസം, അപ്പൊ ഇന്ന് ജ്ഞാനത്തിനുള്ള സാധ്യതയില്ല. അടുത്ത ദിവസം വീണ്ടും കടിക്കും. ഇങ്ങനെ പല കാലം കഴിഞ്ഞപ്പോ ആ കരിമ്പ് കടിച്ചത് കൊണ്ടോ കടിക്കാത്തത് കൊണ്ടോ ജ്ഞാനം വരാനൊന്നും പോകുന്നില്ല. മനസ്സ് പാകപ്പെട്ടോ എന്നറിയാനാണ് ആ പരീക്ഷണം. ഒരു ദിവസം ഈ പേയ്ക്കരിമ്പിൽ ഒരെണ്ണം എടുത്ത് അദ്ദേഹം കടിച്ചപ്പോ അത് മധുരമുള്ളതായി തോന്നി. അതിന്റെ ഉപ്പുരസം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടേയില്ല. അന്ന് അദ്ദേഹം ജ്ഞാനിയായി. നാവിനെ ജയിച്ചു. രുചി അറിയിച്ചിരുന്നത് നാവാണല്ലോ. ആ നാവിനെ ജയിച്ചു. നാവ് ജയിക്കപ്പെട്ടാൽ എല്ലാ ഇന്ദ്രിയങ്ങളും, ജനനേന്ദ്രിയം പോലും ജയിക്കപ്പെട്ടതായി പരിഗണിക്കപ്പെടും. നാവാണ് കുഴപ്പം. നാവ്, ആ നാവിന് അടിമയായവൻ ജനനേന്ദ്രിയത്തിന്റെയും അടിമയായിരിക്കും. അതുകൊണ്ട് ഈ സ്വാദിൽ നമ്മുടെ മനസ്സിനെ സമർപ്പിക്കരുത്, സ്വാദിന് അടിമയായി പോകരുത്. രുചികരമായ ഭക്ഷ്യങ്ങളിൽ വെറുപ്പുണ്ടായി താണതരം ഭക്ഷ്യങ്ങളെ രുചികരമായി ആസ്വദിക്കും. അത് അദ്ദേഹത്തിന് രുചികരമായി തോന്നും. ചിലപ്പോൾ ഉപ്പിടാത്ത കഞ്ഞിയായിരിക്കും കിട്ടുന്നത്. പാൽപ്പായസം കുടിക്കുന്ന ലാഘവത്തോടുകൂടി അദ്ദേഹം കുടിച്ചു എന്ന് വരാം. പാൽപ്പായസത്തിനേക്കാളും രസം അദ്ദേഹത്തിന് ഉള്ളിൽ അനുഭവപ്പെട്ടു എന്നും വരാം. എന്താ കാരണം? ഉള്ളിലെ ആത്മരസം അതെല്ലാറ്റിനെയും രസകരമാക്കി തീർക്കും. ആ ആനന്ദാനുഭവം ഉള്ളിലാണല്ലോ. അതുകൊണ്ട് എല്ലാം മധുരമായി അനുഭവപ്പെടും. മനം നശിച്ച് മായാമയക്കം ഒഴിഞ്ഞ് ഭവം നീക്കാൻ, ഭവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ജീവിതം നീക്കാൻ ഉന്മത്തനെ പോലെ വെമ്പൽ കൊള്ളും. എത്രയും പെട്ടെന്ന് ആ സത്യത്തിൽ ഞാൻ ചെന്ന് ചാടും, എനിക്കത് സ്വന്തമാക്കണം. അതിനുശേഷം കൃതാർത്ഥതയടഞ്ഞും അറിവാകുന്ന ഉന്മാദത്തിൽ മുഴുകി ലോകമെങ്ങും സുഖമായി സഞ്ചരിക്കും. അതാണ് അവധൂതന്മാരുടെ ചര്യ. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ഇറങ്ങി നടക്കും, ലക്ഷ്യമില്ലാതെ നടക്കും. സാധാരണ നമ്മൾ യാത്ര ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ലക്ഷ്യം നേടിയവനും യാത്ര ചെയ്യും. ആ യാത്രയാണ് അവധൂതന്റെ യാത്ര എന്ന് പറയുന്നത്. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.